വാസ്തുമണ്ഡലത്തിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വാസ്തുമണ്ഡലം പ്രേക്ഷകർക്കൊക്കെ അറിയാം, നമ്മുടെ ജീവിതത്തിലെ എനർജിയെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തു എന്ന് പറയുന്നത്. നമ്മൾ പലരും വലിയ വീടൊക്കെ പണിത് വലിയ ആഘോഷപൂർവ്വം അതിലേക്ക് കയറി താമസിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ പലരുടെ ജീവിതത്തിലും വരാറുണ്ട്. ഒടുവിൽ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അവിടെ എന്തോ ആ വീട് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് നമ്മൾ കൃത്യമായി പാലിക്കേണ്ട ചില കാര്യങ്ങൾ പാലിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ക്രമേണ അത് കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ വീണ്ടും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മുന്നോട്ട് പോക്ക് പലരുടെ ജീവിതത്തിലും വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ എനർജി ഫ്ലോയുടെ ശാസ്ത്രം കൂടിയായിട്ടുള്ള വാസ്തു. ഈ വാസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ് വാസ്തു മണ്ഡലം. ഇത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. വാട്സപ്പായിട്ടും നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് എങ്കിൽ അത് വാസ്തുമണ്ഡലത്തിലേക്ക് അയച്ച് ചോദിക്കാവുന്നതാണ്. നമുക്ക് അതിഥിയായിട്ടുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു വാസ്തു പണ്ഡിതൻ ആയിട്ടുള്ള ഡോക്ടർ കെ മുരളീധരൻ നായർ സാറാണ്. അദ്ദേഹം തിരുവനന്തപുരം വെള്ളയമ്പലത്തെ വാസ്തു ശാസ്ത്ര വിജ്ഞാന പീഠത്തിൻ്റെ പ്രസിഡന്റുമാണ്. സാറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. ഒപ്പം പ്രേക്ഷകരോടായിട്ട് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയൽ ചെയ്ത് മുരളീധരൻ സാറിനോട് നേരിട്ട് തന്നെ നിങ്ങളുടെ വാസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങളും ആശങ്കകളും ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. വാട്സപ്പായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സാർ, നമുക്ക് ലൈവിലേക്ക് കടക്കാം അല്ലേ സാർ? അപ്പം നമ്മൾ ഒരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള തുടക്കമാണ്. അപ്പോൾ അത് നമുക്കൊരു പൂജാമുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാർ, നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെ വീട്ടിലും ഒരു വിളക്കെങ്കിലും കത്തിക്കാത്ത ഒരു വീടില്ല, അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കാത്ത വീടില്ല. അത് വിശ്വാസങ്ങളെ ബേസ് ചെയ്തിരിക്കും എന്നുള്ളത് മാത്രം. അപ്പോൾ ഈ പൂജാമുറിയുടെ സ്ഥാനം വീട്ടിൽ എവിടെയായിരിക്കണം? ഒരു പൂജാമുറി എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? സാർ, ഒരു സംശയം കൂടി ചേർത്ത് ചോദിച്ചോട്ടെ. നമ്മുടെ പ്രത്യേക ഒരു പൂജാമുറിയുടെ സ്പേസ് ഒന്നും എല്ലാ വീട്ടിലും ഉണ്ടാകണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പലരും വല്ലാതെ വിഷമം, എനിക്ക് ഞങ്ങൾക്ക് അടച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ, വിളക്ക് കത്തിക്കാൻ പറ്റുന്നില്ല ഓപ്പണായിട്ട്. അപ്പോൾ എന്താണ് ഒരു ഐഡിയൽ പൂജാമുറി എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരു പുതിയൊരു വീട് പണി കഴിപ്പിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിലുള്ള സ്ഥലത്തിൽ ആണ് ഒരു വീട് പണിയുന്നത്. ഒരു 2 നില ബിൽഡിംഗ് ആയിരിക്കും. 2 നില ബിൽഡിംഗ് പണിയുമ്പോൾ എർത്തുമായിട്ട് ബന്ധപ്പെട്ട് താഴത്തെ നിലയിൽ തന്നെ പൂജാമുറി വരണം. അല്ലാതെ 2ാമത്തെ നിലയെ കൊണ്ട് വയ്ക്കരുത്. എന്താണ്, ഭൂമിയുടെ ബന്ധപ്പെട്ടാണ് പൂജാമുറി നിൽക്കേണ്ടത്. അത് ക്ഷേത്രം എന്നാലും എർത്ത്, അതാണ് എൻ്റെ സത്യം. അപ്പോൾ ആധികാരികമായി പറഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലഭാഗം എന്ന് പറഞ്ഞാൽ ഈശാന കോണ്, വേഴമണ്ഡലം, ദൈവത്തിൻ്റെ സ്ഥാനം, വാസ്തു എന്ന സങ്കല്പൻ്റെ തലഭാഗം, ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നതാണ് വടക്ക് കിഴക്കേ മൂലഭാഗം എന്ന് പറയുന്നത്. അവിടെ പൂജാമുറി വരുന്നത് ഏറ്റവും ഉചിതമാണ്, വടക്ക് കിഴക്കേ മൂലഭാഗം. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു പക്ഷേ ആ ഭാഗത്ത് കൊടുക്കാൻ പ്ലാൻ അനുസരിച്ച് സാധിക്കില്ല. അല്ലെങ്കിൽ കിഴക്കിൻ്റെ മറ്റ് ഇതര ഭാഗങ്ങൾ വരുന്നതിനും തടസ്സമില്ല. അപ്പോൾ പടങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറോട്ടും നമ്മൾ തൊഴുന്ന കിഴക്കോട്ടും ആയിരിക്കണം. നമ്മുടെ ഫേസ് കിഴക്കോട്ടായിരിക്കും. അതായത് നമുക്കാണ് ഊർജം കിട്ടേണ്ടത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ഊർജം കിട്ടേണ്ടത്. അമ്പലത്തിൽ ദേവന് പ്രാധാന്യം, വീട്ടിൽ മനുഷ്യന് പ്രാധാന്യം. മനസ്സിലായല്ലോ? ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ തന്നെ ഇരിക്കുന്നത്, ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ദർശനം നിൽക്കുന്നത് ഒന്നുകിൽ കിഴക്കോട്ട്, ഉഗ്രമൂർത്തി ഭാവിക്കുന്ന ദേവി അങ്ങളാണ് വടക്കോട്ട്, പടിഞ്ഞാട്ടും ദർശനം കൊടുക്കും. എന്നാൽ തെക്കോട്ട് ദർശനം കൊടുക്കാമെന്ന് കേട്ടാൽ മഹാഗണപതിക്ക് അദ്ദേഹത്തിന് ദർശനം പിന്നെ ദിക്കുകളില്ലാത്തൊരു ദേവനാണ്. ഇരിപ്പിട സ്ഥാനം കറക്റ്റായിട്ട് വന്നാൽ അദ്ദേഹം സുഖപ്രദമായിട്ടിരുന്ന് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുക. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ശരിക്ക് തെക്കോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ തെക്കോട്ട് ആർക്കാണ് ആധികാരികമായിട്ട് ദർശനം കൊടുക്കാമെന്ന് ചോദിച്ചിരുന്നാൽ നമുക്ക് ദക്ഷിണാമൂർത്തി എന്ന സങ്കല്പത്തിന് തെക്കോട്ടാണ് ദർശനം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ദേവൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആധികാരികമായിട്ട് പറയുന്നത് ദക്ഷിണമൂർത്തിക്കാണ് തെക്ക് ദർശനം. മറ്റുള്ള എല്ലാ ആധികാരികമായിട്ടുള്ള നമ്മൾ ഹിന്ദുപരമായിട്ട് ആചരിക്കുന്ന ഈ ദൈവന്മാർക്ക് എല്ലാവർക്കും തന്നെ ഒന്നിൽ കിഴക്കോട്ട്, അല്ലെങ്കിൽ വടക്കോട്ട്, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട്, ഇതാണ് ഇത്.
ഇതിനുപരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഹാഗണപതിക്ക് എവിടെ ഇരുന്നാലും ശരി അദ്ദേഹത്തിന് അങ്ങനെയില്ല. ഈ മഹാഗണപതിയുടെ കാര്യം പറഞ്ഞു പോവാം. ഏത് ക്ഷേത്രം പണി കഴിപ്പിച്ചെന്നാലും ഏതായിക്കോട്ടെ, അദ്ദേഹം ഇല്ലാത്തൊരു അമ്പലമില്ല. ഉണ്ടോ? പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു ശക്തിയാണ്. അതുപോലെയാണ് അമ്മ ദേവി. ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങൾ കണക്കെടുത്തിരുന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ അത് പ്രതിഷ്ഠയിൽ ഏറ്റവും കൂടുതൽ ഒന്നാം സ്ഥാനം ആരാണ്? മഹാഗണപതിയാണ് ഒന്നാം സ്ഥാനം. ശൈവമായിരുന്നാലും വൈഷ്ണവായിരുന്നാലും ഗണപതി ഇല്ലെങ്കിൽ പൂർണ്ണതയില്ല. അറിയാലോ, ഒരു വീട്ടിലെ പൂജാമുറി എന്ന് വെച്ചോളൂ, പൂജാമുറിയിലും ഗണപതിയെ ഇല്ലാത്ത ഒരു പൂജാമുറി ആകില്ല. തടസ്സങ്ങൾ മാറിക്കിട്ടാൻ അദ്ദേഹത്തെ പോലെ വേറെ ആരുമില്ല. അമ്മയും മഹാഗണപതി പടങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ മഹാഗണപതിയുടെ അടുത്ത് തൊട്ടടുത്ത അമ്മയും ഗണപതിയും കൊണ്ട് അത്ര ബന്ധമാണ്. അങ്ങനെ വയ്ക്കുകയുള്ളൂ. ഇപ്പം ശൈവത്തിലായിരുന്നാലും വൈഷ്ണവത്തിലായിരുന്നാലും ഏതായിരുന്നാലും അമ്മ ദേവി എന്നുള്ള സങ്കല്പത്തിൽ മഹാഗണപതിയുടെ ചിത്രം വയ്ക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ അമ്മയുടെ പടങ്ങൾ. അതാണ് ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത്. അപ്പോൾ മഹാഗണപതിയുടെ രണ്ടാം സ്ഥാനം ഏത് ആണെന്ന് ചോദിച്ചാൽ ദേവീക്ഷേത്രങ്ങളാണ് കേരളത്തിൽ കൂടുതൽ. അപ്പോൾ രണ്ടാം സ്ഥാനം വന്നു. ഗണപതിക്ക് എങ്ങനെയാണ് ഒന്നാം സ്ഥാനം വരാൻ കാര്യം? എവിടെ പോയിരുന്ന അദ്ദേഹമില്ലാത്ത അമ്പലമല്ല, അതിനകത്ത് പ്രതിഷ്ഠയുണ്ടെന്ന് അർത്ഥം. പിന്നെ ഏറ്റവും കൂടുതൽ ഉപപ്രതിഷ്ഠയായിട്ടാണ് അദ്ദേഹത്തെ കാണപ്പെടുന്നത്. അറിയാമല്ലോ, ഗണപതി ക്ഷേത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ള അമ്പലങ്ങൾ ധാരാളം ഉണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹം ഏറ്റവും കൂടുതൽ വരുന്നത് ഉപപ്രതിഷ്ഠയായിട്ട്. ഉപപ്രതിഷ്ഠയ്ക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായ സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറേ മൂല. തെക്ക് പടിഞ്ഞാറേ മൂലഭാഗം എന്ന് വെച്ചിരുന്നത് അത് രാഹുവിൻ്റെ സ്ഥാനമാണ്. രാഹു തെക്ക് പടിഞ്ഞാറ് മൂല എന്നുണ്ട്. അത് നിരതി കോണാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെക്ക് കന്നിമൂല എന്ന് പറഞ്ഞാൽ കന്നിമൂല ഗണം. പക്ഷേ ഒരുപക്ഷെ നമുക്ക് ആ ഭാഗത്ത് ഒരു പുതിയൊരു ക്ഷേത്രം തന്നെ പണിഞ്ഞു വരുമ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് ഒരു കാവാണ് ഇരിക്കുന്നെങ്കിൽ അതിനെ മാറ്റാൻ പാടില്ല. എന്താണ്? അത് രാഹുവിൻ്റെ സ്ഥാനമാണ്. അതുകൊണ്ട് അതിനെ മാറ്റിയിട്ട് ചെയ്യാൻ പാടില്ല. എങ്കിൽ അതിനോട് അനുബന്ധിച്ച് അവിടെ ആ ഭാഗത്ത് ഗണപതിക്ക് പ്രതിഷ്ഠ കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ കാര്യം അത് പറഞ്ഞപ്പോൾ നമുക്ക് പറയാമെങ്കിൽ ഞാൻ ഗണപതിയുടെയും ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതാണ്. ഇപ്പോൾ വീട്ടിലെ പൂജാമുറിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞത്. വീട്ടിലെ പൂജാമുറിയുടെ കേസിൽ സ്ഥലവും സൗകര്യവും ഉണ്ടെങ്കിൽ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് പൂജാമുറി അല്ലെങ്കിൽ നമുക്ക് കിഴക്കിൻ്റെ മറ്റ് ഇതര ഭാഗങ്ങളിലും കൊടുക്കാം. തെക്ക് കിഴക്കേ മൂലഭാഗം ചേർത്ത് കൊടുക്കരുത്. എന്തുകൊണ്ടാണ് തെക്ക് കിഴക്കേ മൂലഭാഗത്ത് ചേർത്ത് കൊടുക്കലെന്ന് പറയണം? അത് അഗ്നികോണാണ്. എപ്പോഴും തന്നെ ഒരു ചൂടുള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് അഗ്നികോണം എന്ന് പറയുന്നത്. അപ്പോൾ അടുക്കളയ്ക്ക് ഒന്നാം സ്ഥാനം വരും. തെക്ക് കിഴക്കേ മൂലഭാഗം അടുക്കളയ്ക്ക് ഒന്നാം സ്ഥാനം വരും. രണ്ടാം സ്ഥാനം വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, ഇങ്ങനെ 3 സ്ഥാനമാണ് നമ്മൾ പറഞ്ഞു വരണമെങ്കിൽ തന്നെയും കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടിന് നമുക്കിപ്പോൾ ഒരു പ്ലാൻ ഒരു ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഭാവനയിൽ വരുന്നത്? ഇപ്പോൾ എല്ലാവരും കിഴക്ക് ദർശനം അല്ലല്ലോ. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഒരുപാട് ആൾക്കാർക്ക് ഈ പടിഞ്ഞാറ് ദർശനം ഒരു വിരുദ്ധത, ഒരു ഭയാന, ഒരു ഭീതി കൽപ്പിക്കുന്നുണ്ട്. അയ്യോ, കാലൻ്റെ വഴി യമദിക്കാണ്, പറ്റില്ല നല്ല മെയിൻ റോഡ് പോയാണ്, പേടിച്ചിട്ട് ഈ വീടിനെ കൊണ്ട് തിരിച്ചു വയ്ക്കും. മനസ്സിലായില്ലേ? പക്ഷേ തെക്കോട്ട് ദർശനം കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. മഹാദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഈ 4 ഭാഗത്തേക്കും നമുക്ക് വീടിന് പൂമുഖം കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. എന്നാൽ തെക്ക് ദർശനം കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. പ്രധാനപ്പെട്ട വാതിൽ, ശ്വസനം, നോസ് നമ്മുടെ മൂക്കാണ്. ആ ശ്വസനം കൊടുക്കുന്നത് കഴിയുന്നതും അതിൻ്റെ ചെറിയൊരു രൂപം ഞാൻ പറഞ്ഞത് തെക്കിൻ്റെ ദർശനം നമ്മുടെ ഒരു വീട് വയ്ക്കുകയാണെന്ന് വെച്ചോളൂ. ആ വീടിൻ്റെ കറക്റ്റ് തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി തന്നെ വേണം പ്രധാനപ്പെട്ട വാതിൽ. അതിന് ഉച്ചം നീചം എന്നൊരു കണക്കുണ്ട്. ഉച്ചസ്ഥാനം എന്ന് പറഞ്ഞാൽ തെക്കിൻ്റെ മദ്യം എടുത്ത് കിഴക്കോട്ട് വരുന്ന ഭാഗം, മദ്യം എടുത്ത് പടിഞ്ഞാറോട്ട് പോകുന്ന ഭാഗം നീചസ്ഥാനോട്ട് കണക്കെടുക്കും. അപ്പോൾ ഇതിന് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ ഉച്ചസ്ഥാനം. അത് എവിടെ എല്ലാ ദിക്കിലെയും ഉച്ച നീച സ്ഥാനമുണ്ട്. ഈ പദങ്ങളെടുത്ത് കണക്കുകൾ വയ്ക്കും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഞാൻ ഈ പറഞ്ഞ കണക്കാണ്, പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയും കേട്ടോ ഈ ഇത്. അപ്പോൾ പിന്നെ തെക്കിൻ്റെ വേറൊരു കാര്യം നോക്കുന്നത് നേർനേർ വാതിൽ ഒരിക്കലും കൊടുക്കരുത്. പ്രധാനപ്പെട്ട വാതിൽ തുറന്നാൽ
അടുത്ത വാല് നേരെ 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 നിന്ന ഊർജ്ജത്തെ വന്ന ഊർജ്ജം തള്ളി വെളിയിലാക്കും. അങ്ങനെയൊക്കെ കൊടുത്തേണ്ടത് ആരൂഢത്തിൻ്റെ കണക്കിൽ. പണ്ടത്തെ തച്ച് ശാസ്ത്രം, പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീടുകളിലൊക്കെ ആണെങ്കിൽ പണ്ട് കാലത്ത് പിന്നെ നമുക്ക് ഗേറ്റ് മുതൽ ഇങ്ങോട്ടൊക്കെ നേരെ നേരെ വാതിൽ കൊടുക്കും. ആ കണക്കും ഈ കണക്കും രണ്ട് രീതിയാണ് പ്രാക്ടിക്കലായിട്ട്. പക്ഷേ ഇന്നും പല ആൾക്കാരും കോൺക്രീറ്റ് വീട് ചെത്തി നേർ വാതിൽ കൊടുക്കും. സമ്പത്ത് നിൽക്കില്ല, ഐശ്വര്യം പടി കിടക്കും. നമുക്ക് അത് ഒരു ഉദാഹരണം, ഒരു വാലിന് നേരെയാണെങ്കിൽ നമ്മുടെ അവിടെ നേരെ ഒരാളിരിക്കുകയെങ്കിൽ നല്ല കാറ്റൊക്കെ കയറി വരുമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് കഴിയുമ്പോൾ നല്ല കോട്ടാവി കിട്ടങ്ങ് ഇന്ന് ഉറങ്ങും ആ ഒരു വ്യക്തി. എന്താണ്, നമ്മുടെ ഊർജ്ജം ഔട്ടായി. നല്ല ഊർജ്ജസ്വലായിരിക്കുന്ന ഒരാൾ ഒരിക്കലും ഉറങ്ങില്ല കേട്ടോ, മറ്റേ തൂങ്ങില്ല, നല്ല സ്മാർട്ടായിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ശാസ്ത്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയാണ് വാസ്തുശാസ്ത്രം നിൽക്കുന്നത്. സൂര്യനാണ് നമ്മൾ പിതാവായിട്ട് കണക്കെടുക്കുന്നത്. സൂര്യൻ പിതാവും ഭൂമി മാതാവും, ഭൗമോർജം, പ്രാപഞ്ച ഊർജം, ലൈറ്റിംഗ്, എയർ പാസിംഗ്. ഇതാണ് വാസ്തുശാസ്ത്രം. ഇതിനെയാണ് വിഘടിച്ച് ഓരോ കാര്യത്തിലേക്ക് നമ്മൾ കണക്കെടുക്കുന്നത്. ഭൂമി എന്നുള്ള വലിയൊരു ഗോളം, ഒരു വലിയൊരു കാന്തം, ഒരൊറ്റ വലിയൊരു കാന്തം. അതിനെ നിങ്ങൾ ചെറുതായിട്ട് കഷ്ടം ഓരോ ചെറുതായിട്ട് വെച്ചില്ല, അതൊരു ഭാഗം മാത്രം. ഒരു ഉദാഹരണം പറയണം, അതിനെ ഒരു ഉത്തരായനം ദക്ഷിണ എന്നുള്ളൊരു 2 മണ്ഡലം തിരിക്കും. അപ്പോൾ അതൊരു ചെറിയൊരു കാന്തമാണ്. അപ്പോൾ എവിടെ നമുക്ക് വാസ്തുമണ്ഡലം തിരിക്കുന്നത് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ പഴയ കോഴ്സിലേക്ക് തന്നെ നമുക്ക് പോവാം. പൂജാമുറിക്ക് നമുക്ക് വടക്കിഴക്കേ മൂലഭാഗത്ത് കൊടുക്കാൻ സാധിച്ചില്ല. നമുക്ക് അതിനുള്ള സൗകര്യം കാര്യങ്ങളില്ല. പിന്നെ കിഴക്കിൻ്റെ ഭാഗത്തും സൗകര്യം ഇല്ല എങ്കിൽ വേണ്ടി വന്നാൽ പടിഞ്ഞാറിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കി ചെയ്യാം. പടിഞ്ഞാറിൻ്റെ ഭാഗത്ത് പടങ്ങളെല്ലാം തന്നെ കിഴക്കോട്ടും നമ്മൾ പടിഞ്ഞാറോട്ടാകാൻ തടസ്സമൊന്നുമില്ല. ഞാൻ ഒന്നാം സ്ഥാനം പറഞ്ഞാണ്. അങ്ങനെ ചെയ്യാൻ തടസ്സമൊന്നും. ചില ആൾക്ക് വായു കോണിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥലമുണ്ട്, ചന്ദ്രൻ്റെ ദിക്കാണ് കേട്ടോ. അതിനാണെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് പടങ്ങളെല്ലാം തന്നെ കിഴക്കോട്ടും നമ്മുടെ ഫേസ് ചെയ്യണ പടിഞ്ഞാറും വരുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അത് രണ്ട് ചാൻസ്. ഇതൊന്നുമില്ല, പൂജാമുറി ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. സാധാരണക്കാർക്ക് ഒരു വിളക്കത്തിച്ച് പ്രാർത്ഥിക്കണ്ടേ അവർക്ക്. അങ്ങനെയുള്ളവർക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട്, ഈ സ്റ്റാൻഡ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഗ്രഹനാഥയുടെ ഈ തോരണം കണ്ടത്തിന് ഇതുവരെ നമുക്ക് പൊക്കം കൊടുക്കണം. പുരുഷൻ്റെ അല്ല, ആ വീട്ടിലെ ഗൃഹനാഥ ഗൃഹലക്ഷ്മി എന്ന് പറയും. അങ്ങനെ അവരുടെ കണക്കിനെടുത്തിട്ടാണ് സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ 1 or 2 പടങ്ങൾ വയ്ക്കുക. ആ പടം വയ്ക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഗണപതിയെ ഒഴിവാക്കരുത്. വേറെ ഇപ്പോൾ ചില ആൾക്കാർ കൃഷ്ണനോട് വലിയ പ്രീതി ഉണ്ടാവും അല്ലേ, ചില ശിവനോട് പ്രീതി ഉണ്ടാവും. ആയിക്കോട്ടെ, അതും കൂടെ കയറ്റിക്കോ, ഒരു കുഴപ്പമില്ല. അതാണ് ഗണപതി അത് ഞാൻ എന്താണ് പറഞ്ഞതെന്നാലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വീടിനകത്തൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനും തടസ്സങ്ങളില്ലായിരിക്കാനും ഐക്യം ഉണ്ടാക്കുന്നതിന് മഹാഗണപതി ഭയങ്കര പവറാണ് കേട്ടോ. അതൊരു സത്യമാണ്. ഞാൻ ഈ ക്ഷേത്രം ചെയ്യുന്ന ആളാണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. മഹാഗണപതിയെ മാറ്റിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, പറ്റില്ല. കാരണം തടസ്സം ഉണ്ടാക്കിയിരിക്കും. പിന്നെ അപ്പോൾ സ്റ്റാൻഡ് വെച്ച് വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് പല ആൾക്കാരും പല രീതിയിലാണ്. ലക്ഷ്മി വിളക്ക് അറിയാമല്ലോ, ഇങ്ങനെ ഇരിക്കാൻ അത് ഒരു തീനാളെ വരുള്ളൂ. ലക്ഷ്മി വിളക്കിൽ അല്പം നെയ്യ് വെച്ചിട്ട് വീടിൻ്റെ ഉമ്മറത്ത് വെച്ചാൽ പ്രധാനപ്പെട്ട വാതിലിൻ്റെ നടയിൽ രാവിലെ വയ്ക്കാമെങ്കിൽ തീനാളം കിഴക്കോട്ട് തിരിച്ചു വയ്ക്കണം. അത് സൂര്യൻ്റെ കണക്കാണ്. ഉച്ച കഴിഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറോട്ട് വരും. അപ്പോൾ ഉച്ച കഴിക്കുകയാണെങ്കിൽ അത് ഇതിനെ തിരിച്ചു വയ്ക്കണം, പടിഞ്ഞാറോട്ട് തിരിച്ചു വയ്ക്കണം. അങ്ങനെയാണ് ലക്ഷ്മി വിളക്ക് കൊളുത്തി സർവ്വ ഐശ്വര്യങ്ങളാണ്. അതൊരു കുടുംബത്തിൽ ലക്ഷ്മി വിളക്ക് പരിപാലിച്ചുമാണ് കുട്ടികളുടെ പെൺകുട്ടികളുടെ കല്യാണ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, മറ്റുള്ള പൊതുവെ ഒരു ഇത് ലക്ഷ്മി വിളക്ക് പരിപാലിക്കുന്നത് നല്ലതാണ്. അത് അപ്പോൾ ലക്ഷ്മി വിളക്ക് പരിപാലിക്കുന്ന വീട്ടിലെ പൂജാമുറിയിൽ വിളക്കെത്തിക്കല്ലേ എന്നല്ല, അതും രണ്ടായിട്ട് എടുക്കണം. ലക്ഷ്മി വിളക്ക് വിളക്ക് നമുക്ക് സ്റ്റാൻഡായിരുന്നാലും ശരി, പൂജാമുറി അത് കത്തിയ ശേഷമാണ് ഇവിടെ വിളക്ക് കത്തിച്ച് വയ്ക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇപ്പോഴൊരു പുതിയൊരു പരിപാടി ഇറങ്ങിയിട്ടുണ്ട്, കിളിക്കൂട്. അറിയാമല്ലേ, ഇങ്ങനെ അതിൻ്റെ കിളിക്കൂടലിട്ട് അതിനെ കൊണ്ട് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് തൽക്കാലം മതിയെങ്കിൽ ഞാൻ പറയാം, അതിനെക്കാട്ടും നല്ലത് ഓപ്പൺ സ്പേസിൽ വിളക്ക് കത്തിക്കാനാണ് നല്ലത്. ഒരു ഓപ്പൺ സ്റ്റാൻഡായിട്ട് വെച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് പുറത്ത് പോകണമെങ്കിൽ ഒന്ന് മനസ്സിൽ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് പോകും. അതാണ് ഏറ്റവും നല്ലത്.
വടക്കിഴക്കേ മൂലഭാഗം ഞാൻ സ്ഥാനം ചോദിച്ചുകൊണ്ട് പറഞ്ഞു തന്നെയാണ്. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ഈ സ്റ്റാൻഡൊക്കെ വയ്ക്കുമ്പോൾ ടോയ്ലറ്റിൻ്റെ ചോരിൽ കൊണ്ട് വയ്ക്കരുത്. അറിയാമല്ലോ, ടോയ്ലറ്റ് ചോരാണെങ്കിൽ ടോയ്ലറ്റകത്തും ഇത് പുറത്തും കൊണ്ട് ഒരിക്കലും വയ്ക്കരുത്. വാഷ് ബേസിൻ കൈയിടേണ്ട ഭാഗത്തിൻ്റെ ആ ഭാഗത്ത് വയ്ക്കരുത്. ശുദ്ധമായ സ്ഥലത്ത് വയ്ക്കണമെന്നർത്ഥം. ഇങ്ങനെ പരിപാലിച്ചാൽ ധാരാളം. പിന്നെ പൂജാമുറി നമുക്ക് വടക്കിഴക്കേ മൂലഭാഗത്ത് അല്ലെങ്കിൽ നല്ലൊരു പൂജാമുറി വേണം. ആ രീതി ചെയ്യുകയാണെങ്കിൽ അത് എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ വേണം എന്ന്. അതോട് പറഞ്ഞു പോകാം. ഇപ്പോൾ സ്ഥലമുണ്ടെങ്കിൽ നമുക്കൊരു 8 അടി നീളം വരെ എടുക്കാം. 8 അടി നീളമുണ്ട്, 5 അടി വീതിയും എടുക്കാം. സാമാന്യം തെറ്റില്ലാത്ത നല്ലൊരു പൂജാമുറിയാണ്. നമുക്ക് നമസ്കരിക്കാനൊക്കെ സ്ഥലവും കിട്ടും. അത് എടുക്കുന്ന തടസ്സം. ഇപ്പം ഞാൻ സ്ഥലം ഉണ്ടെങ്കിൽ, സ്ഥലമില്ലെങ്കിൽ അതനുസരിച്ച് മതി. എന്നിട്ട് നമുക്ക് ആ കിഴക്കിൻ്റെ ഭാഗത്ത് 2 or 3 സ്റ്റെപ്പ് കിട്ടാം. പക്ഷെ സ്റ്റെപ്പ് കിട്ടുമ്പോൾ അതിൻ്റെ അളവ് പൊക്കം ഓരോ പടിക്കും 12 ഇഞ്ച് പൊക്കം, 10 ഇഞ്ച് വീതി. അങ്ങനെ തന്നെ കിട്ടണം. ഓരോ പടിക്കും 12 ഇഞ്ച് പൊക്കം. അപ്പോൾ ഏറ്റവും ഉയർത്ത പിന്നെ പടങ്ങൾ നിരത്തി വയ്ക്കുക, താഴത്തെ പടിയിലും നിരത്തി വയ്ക്കുക, രണ്ടാമത്തെ പടിയും നിരത്തി വയ്ക്കുക, താഴത്തെ പടിയിലെ നടുക്കായിട്ടാണ് വിളക്ക് കൊളുത്തി വയ്ക്കേണ്ടത്. ആ വിളക്ക് കൊളുത്തി വയ്ക്കുമ്പോൾ നമുക്ക് തീനാളം 2 തിരി ചേർത്തിട്ട് കിഴക്കോട്ടും 2 തിരി ചേർത്തിട്ട് പടിഞ്ഞാറോട്ട് 2 തീനാളം കർശനമായിട്ടും കൊടുക്കണം. വിശേഷ ദിവസങ്ങളിൽ 5 തിരി ഇടാം. സാധാരണ കത്തിക്കുമ്പോൾ 2 തീനാളം കൊടുക്കണമെന്നർത്ഥം. ഇത് കത്തിക്കുന്നത് സാധാരണ അല്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സാമ്പത്തികമില്ല കഴിയുമെങ്കിൽ ഇത് അല്പം നെയ്യൊഴിച്ച് കത്തിക്കുന്നത് ഏറ്റവും നല്ലത്. നെയ്യിനെ പോലെ അണുനശീകരണം കിട്ടുക, വീടിനകത്ത് പവർ അത് കിട്ടാൻ വേണ്ടി നെയ്യാണ്. അല്ലെങ്കിൽ നല്ലെണ്ണ, എള്ളെണ്ണ. വെളിച്ചെണ്ണ വേണ്ട, പാടില്ല എന്നല്ല, അത് ഒഴിവാക്കണം നല്ലത്. ചില ആൾക്കാർ വിളക്ക് കത്തിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറയുന്നത് കഴിയുമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ അതിന് ഗുണം വേണ്ടേ, അതിന് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെയാണ് പൂജാമുറി പരിപാലിക്കേണ്ടത്. പൂജാമുറി പരിപാലിക്കുന്ന ഒരു വീടിന് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും. പിന്നെ ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഞങ്ങൾക്ക് താഴെ സ്ഥലമില്ല, ഞങ്ങൾ പിന്നെ 2ാമത്തെ നില ഇഷ്ടംപോലെ സ്ഥലം അവിടെ. അങ്ങനെ അവിടെ യോഗയും കാര്യങ്ങളും കുറച്ച് ചില ആൾക്കാർ 1-1.5 മണിക്കൂർ പൂജാമുറിയിൽ പരിപാലിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ ആവും. പക്ഷേ എങ്കിലും വിളക്ക് കത്തിക്കേണ്ട ഒരു സ്ഥാനം കർശനമായിട്ടും താഴെ ഉണ്ടായിരിക്കണം. ഭൂമിയോട് ചേർന്നായിരിക്കണം എന്നുള്ളത്. ഭൂമിയോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതെല്ലാം നിൽക്കുന്നത്. അങ്ങനെയിരിക്കുന്ന ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും. സാർ, അങ്ങനെയാണെങ്കിൽ ഒരു സംശയമുള്ളത്, ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയ പരിമിതിയാണ്, ഭൂമിയോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ അങ്ങോട്ട് പറയണത്, ഫ്ലാറ്റിനെ സംബന്ധമായിട്ട് ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ സംബന്ധിച്ച് നമുക്കൊരു 40-50% മാത്രമേ കണക്കെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അവർക്ക് വേറെ വഴിയില്ല. മനസ്സിലായി? അവർക്ക് വേറെ വഴിയില്ല. അവർക്ക് നമ്മൾ ആ ഉള്ളതില്ല. കാരണം അവരൊരു വാസ്തുമണ്ഡലം വെച്ചാൽ അത് മാത്രമാണ്. അതിനകത്ത് അവർ ഏതെങ്കിലും ഒരു സൗകര്യത്തിൽ പൂജാമുറിയായിട്ട് ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുക്കാറില്ല. നമ്മൾ അതിനൊരു വശം കണ്ടെത്തി തിരിച്ചെടുത്തിട്ട് പരിപാലിക്കുക. അതിന് വേറെ വഴിയില്ല. ഫ്ലാറ്റിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ എൻ്റെ ഈ അടുത്ത കാലത്ത് വളരെ പ്രയാസപ്പെട്ട് ഒരു അമ്മ എന്നോട് ചോദിച്ചിട്ട് വാക്കെനിക്കുണ്ട്. മോനെ, ഞാൻ പിന്നെ വിതിരയിലാണ്, അവിടെ നിന്നാണ് മക്കളെ പഠിത്തം, അവരുടെ ഉദ്യോഗം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ പിന്നെ ശരിയായിട്ട് പിന്നെ തുളസിത്തറ പരിപാലിക്കുന്നതാണ്. എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ അതിൻ്റെ ദിക്കുകളും കാര്യങ്ങളും നോക്കിയപ്പോൾ തെക്ക് ഭാഗത്താണ് അവർ ഒരു ബാൽക്കണി കാണുന്നത്. അപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞു നിങ്ങൾ റെഡിമെയ്ഡ് ഒന്ന് വാങ്ങിച്ച് റെഡിമെയ്ഡ് വെച്ചിട്ട് തെക്ക് ഓപ്പൺ കുഴപ്പമില്ല, അത് കിഴക്കോട്ട് ആ ഭാഗത്തെ വരത്തക്ക രീതിയിൽ തിരിച്ചു വെച്ചിട്ട് ഈ അമ്മയ്ക്ക് തുളസിത്തറ നല്ല വെയിലൊക്കെ കിട്ടുന്നുണ്ട്, പരിപാലിക്കാൻ പറയും. മനസ്സിൻ്റെ കാര്യങ്ങളാണ് ഇത് ഏറ്റവും പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പമാണ് കേട്ടോ. ഈ ഈശ്വരവിശ്വാസം ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞില്ല. അതുപോലെ എല്ലാം തന്നെ നമുക്ക് സങ്കല്പങ്ങളാണ്. അതുകൊണ്ടാണ് അങ്ങനെ അവർ പരിപാലിച്ചോട്ടെ, തുളസി അന്തസ്സായിട്ട് വളർന്നു വരും. അപ്പോൾ ഫ്ലാറ്റിൻ്റെ കാര്യവും മറ്റുള്ള കാര്യം രണ്ടാണ്. അതെ സാറ്, ഈ പൂജാമുറിയുമായിട്ട് ബന്ധപ്പെട്ട് സാർ പറഞ്ഞതിൽ നിന്ന് ഞാനൊരു സംശയം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രത്യേകം പൂജാമുറിക്കുള്ള സ്പേസ് ഇല്ലാത്തൊരു വീട്ടിലാണ് എങ്കിൽ ഓപ്പൺ സ്പേസിൽ ഒരു സ്റ്റാൻഡ് വെച്ച് വിളക്ക് കത്തിക്കാമെന്ന് സാറ് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബാത്റൂം അപ്പുറത്തെ, അതായത് ഒരു ചുവരിൻ്റെ അപ്പുറത്ത് ബാത്റൂമും
ഇപ്പുറത്ത് വിളക്ക് കത്തിക്കുന്ന ഒരു ഒരിക്കലും പാടില്ല. അപ്പൊ ബാത്റൂമിന് ശേഷമുള്ള സ്പേസിൽ ബാക്കി വരുന്ന ചുവരിൽ കത്തിക്കാമായിരിക്കും. അതായത് നമ്മുടെ ഒരു ചുമര് വരണ ലെഫ്റ്റും റൈറ്റും ആയിരിക്കും അപ്പുറപ്പുറം. അതിനിപ്പോൾ ഒരു ടോയ്ലറ്റിൻ്റെ ചുമര് ഒരു പൂജാമുറി കെട്ടിയാൽ അതിൻ്റെ ഒരു ചുമരും ആ ടോയ്ലറ്റിൻ്റെ പറ്റി പാടാൻ പാടില്ല. ഇല്ല, ഒരിക്കലും പാടില്ല. പൂജാമുറി എന്ന് വെച്ചാൽ അത് അതിൻ്റെ ഒരു പവിത്രത ചെയ്യണം, അല്ലെങ്കിൽ കൊണ്ട് ഗുണമില്ല. അതങ്ങനെ തന്നെ ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. കാരണം വീടിനകത്ത് ഈ ഒരു പൂജ അല്ല, അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പൂജാമുറി വേണമെന്ന് ആരും തന്നെ അടിക്കുന്നില്ലല്ലോ. നമുക്ക് പരിപാലിക്കാൻ സാധിക്കും, അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. ഇല്ലെങ്കിൽ അല്ലാത്ത സ്ഥലങ്ങൾ വെച്ച് പരിപാലിക്കാമല്ലോ, നമുക്ക് കത്തിക്കാമല്ലോ. അതായിരിക്കും നല്ലത്. അതെ സാർ. അടുത്തത് നമ്മള് പൂജ സാർ, ഒരു കോൾ വെയിറ്റിംഗ് ആണ്. നമുക്ക് കോൾ എടുത്തതിന് ശേഷം ബാക്കി ചോദ്യങ്ങളിലേക്ക് പോകാം. ഹലോ, വാസ്തുമണ്ഡലത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഓക്കെ, നമ്മളോടൊപ്പം മുരളീധരൻ സാറുണ്ട്. ഡോക്ടർ കെ മുരളീധരൻ, വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠത്തിന്റെ പ്രസിഡന്റ് ആണ്. സംശയം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം സാറിനോട്. പറഞ്ഞോളൂ, ചോദിച്ചു. യമസൂത്രം പറയുന്നത് ഞങ്ങളെ ഈ കോൺക്രീറ്റ് വീടുകൾക്ക് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അത് അടയ്ക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അതായത് വീടിനെ സംബന്ധമായിട്ട് സൂത്രങ്ങൾ, അത് ബ്രഹ്മസൂത്രം, കർണസൂത്രം, മൃത്യുസൂത്രം, യമസൂത്രം, ഇതെല്ലാം പാസ് ചെയ്തിട്ട് നടുക്ക് വന്ന് ബന്ധിക്കുന്ന ഭാഗമാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മസ്ഥാനത്ത് ഒരിക്കലും തന്നെ അടയരുത്. സ്റ്റെയർ കേസ് ഒന്നും അടയരുത്, നമ്മുടെ വീടിൻ്റെ ചുമരുകൾ വന്ന് കെട്ടി അടയരുത്. അല്ലാതെ നിങ്ങൾ കോൺക്രീറ്റ്, നമുക്ക് പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീടുകൊണ്ട് ബന്ധപ്പെട്ടാണ് ഈ സൂത്രങ്ങളെല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് വിടണം. കോൺക്രീറ്റ് വീടിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ നയന? ബ്രഹ്മസ്ഥാനമാണ്, മദ്യം, വീടിൻ്റെ മദ്യം, കറക്റ്റ് മദ്യമായിരിക്കും. അവിടെ ഓപ്പൺ സ്പേസ് തന്നെ വരണം. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. സർ, ഈ വീട് പണിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നൊന്നും പറഞ്ഞു തരാമോ? വീട് പണിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു പ്ലാൻ ചർച്ച തന്നെ വേണം കേട്ടോ. സത്യം അതാണ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും വേണ്ടെന്നാ നമ്മുടെ അച്ഛനും അമ്മയും എല്ലാം കൂടെ ഇരുന്നൊക്കെ ഒരു ചർച്ച വേണം. കാരണം ഒരു വീട് വയ്ക്കുകയെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ ഏക ആഗ്രഹങ്ങളായിരിക്കും. ഇപ്പം ചില ആൾക്കാർക്ക് വീട് വയ്ക്കുന്ന പ്രശ്നമില്ല, ഓരോ കാലത്ത് വേറെ വീട് വയ്ക്കും. 10-15 വീടുള്ള ആൾക്കാരുണ്ടല്ലോ. അതുപോലെ ഞാൻ പറയും, സാധാരണ ഒരു ആളിന് ഒരു വീട് വയ്ക്കുന്ന ഒരു സ്വപ്നമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടി ഇരുന്ന് നയിക്കുക. പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റാണ്. എൻ്റെ അയൽപക്കക്കാരൻ അല്ലെങ്കിൽ എൻ്റെ ബന്ധു ഭയങ്കരമായൊരു വീട് വെച്ചിട്ടുണ്ട്, അതുപോലെ എനിക്ക് വീട് വയ്ക്കണമെന്ന് ആഗ്രഹമാവാം, പക്ഷേ അത് സാധിക്കില്ലല്ലോ. നമുക്ക് സമ്പത്ത് എത്രയുണ്ട് എസ്റ്റിമേറ്റ് കണക്കെടുക്കണം. എനിക്കിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതും ലോൺ എടുക്കണം എല്ലാം കൂടെ എനിക്ക് ഇത്ര ലക്ഷം രൂപയേ ഉള്ളൂ, അതിനകത്തായിരിക്കണം. അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് ആദ്യം ഒരു ലാൻഡ് വാങ്ങുന്ന കാര്യം മുതൽ തുടങ്ങാം. ഇപ്പോൾ ഈ ലാൻഡ് വാങ്ങുന്നത് ഉചിതമായ ലാൻഡായിരിക്കണം. ഇപ്പോഴും തന്നെ ഈ സ്ഥലം വാങ്ങിച്ച് ആപത്തിൽ ചെന്ന് ചാടുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞു പോകും. ഈ ചില സ്ഥലങ്ങൾ മൈതാനം പോലെ നല്ല ക്ലിയറായിട്ട് കിടക്കും, പക്ഷേ കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആയിരിക്കും. ആ കൈമാറി റിയൽ എസ്റ്റേറ്റുകാരെല്ലാം കരിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടായി. ചവറൊക്കെ ഇട്ടിട്ട് ഏകദേശം 10-30 അടിയോളം ചവറിട്ട് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ട് ഒരാളുടെ തലയിൽ നിന്നിട്ട് അയാൾ ഫൗണ്ടേഷൻ എത്തിയപ്പോൾ പ്രശ്നമായി. അയാൾ എൻ്റെ മുമ്പ് വന്നത് കാരണം അത് കുറച്ച് താന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചവറിലും താകുമ്പോൾ ഇത് താന്നുകൊണ്ടിരിക്കും. അപ്പോൾ അയാൾ അവിടെ ഞാൻ പറഞ്ഞ നിങ്ങളൊരു കാര്യം ചെയ്യും, വിദഗ്ധമായിട്ടുള്ള ഇതിനെപ്പറ്റി പരിശോധിക്കണമെന്ന്. അപ്പോൾ പരിശോധിച്ച് വന്നപ്പോൾ അതിൽ വീട് വയ്ക്കുകയാണ് താന്നു പോകും. കാരണം അത്രത്തോളം ചവറ് താഴോട്ട് കിടക്കുകയാണ്. അത് ഒഴിവാക്കി. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ലാൻഡ് വാങ്ങാൻ വേണ്ടി. സാർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമുക്ക് അടുത്തൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, സ്വാഗതം. ആരാണ്? ഓക്കെ, നമ്മളോടൊപ്പം മുരളീധരൻ സാറുണ്ട്, സംസാരിക്കാം. പറഞ്ഞോളൂ. ഞങ്ങളുടെ കക്കൂസിന്റെ ടാങ്ക് വടക്ക് കിഴക്കാണ്.
അത് ദോഷമാണോ എന്ന് പറയുന്നു. എന്തോ ചെയ്യാനാണ് ഇനിയിപ്പം? വടക്ക് കിഴക്ക് ഈശാന കോണിൽ ദൈവത്തിൻ്റെ സ്ഥാനം വേഴമണ്ഡലം 100% ദോഷമാണ്. അത് അവിടെ നിന്ന് മാറി തന്നെ വേണം കേട്ടോ. അതിന് പരിഹാരം ഇല്ല. അത് ആ കുഴി നമ്മൾ നികത്തിയ ശേഷം കിഴക്കിൻ്റെ മധ്യഭാഗത്തോ മറ്റ് ഇതര ഭാഗങ്ങളിലോ നിങ്ങൾ സെപ്റ്റിക് ടാങ്കിന് കുഴി മാറ്റിയെടുക്കണം. അകലെ നേരത്തെ മാറ്റിയാൽ നിങ്ങൾക്ക് കൊള്ളാം കേട്ടോ. ഓക്കെ ഓക്കെ. സാർ, വീട് നിർമ്മിക്കുന്ന സമയം ശ്രദ്ധിക്കുന്ന അപ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ നമുക്ക് എത്ര ബെഡ്റൂം വേണം എന്ന് ചെയ്യണം. ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എത്രയായിരുന്നാലും ഒരു 3 ബെഡ്റൂമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? അതാണ് സ്വാഭാവികമായിട്ട് ഞാൻ ഇപ്പോൾ കണ്ടുവരുന്ന അങ്ങനെയാണ്. 3 ബെഡ്റൂമിൽ വേണം. ഇപ്പോൾ 3 ബെഡ്റൂം, ഒരു സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാള്, ഒരു പിന്നെ കിച്ചൺ, അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ, ഈ 2-3 ബെഡ്റൂം, ബാത്ത് അറ്റാച്ച്ഡ് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കെടുക്കണമെങ്കിൽ 10,000-1300 സ്ക്വയർ ഫീറ്റോളം ഏകദേശം വേണ്ടി വരും. കാറൊക്കെ ഉണ്ടെങ്കിൽ പുറത്തിടാന്ന് വയ്ക്കുക. അതിന് കാർ പോർച്ച് വേണമെങ്കിൽ അത് നിൽക്കില്ല. കാർ പോർച്ച് ഇൻക്ലൂഡ് ചെയ്യുമെങ്കിൽ അതിനെക്കാട്ട് എനിക്ക് പാടാണ്. അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ നമുക്കൊരു ഉചിതമായ നല്ലൊരു സ്ഥലം കിട്ടിയെന്നിരിക്കട്ടെ. ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞ വിട്ടുപോയാണ്. സ്ഥലം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കി സ്ഥലം ഇവിടെ അയൽപക്കത്ത് അവിടെ ആൾക്കാരെ ചോദിക്കണം ഈ സ്ഥലം എങ്ങനെ, അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മൾ സ്ഥലം വാങ്ങേണ്ടത്. എപ്പോഴും തന്നെ നമ്മുടെ സ്ഥലം എടുക്കുമ്പം കിഴക്ക് ഭാഗം മണ്ണിടിച്ച് താഴ്ത്തിയ ഭൂമി, അതായത് കിഴക്ക് ഭാഗം വളരെ പൊങ്ങി നിൽക്കുകയാണ് ഭാഗമാണെങ്കിൽ അത് ഭൂമി നല്ലതല്ല. കാരണം സൂര്യകിരണങ്ങൾ അവിടെ ഏകദേശം നമ്മളെ കറക്റ്റുള്ള സൂര്യകിരണങ്ങൾ ഏകദേശം 9-10 മണിയായിട്ടേ ആ ഭാഗത്തേക്ക് വരുള്ളൂ. അത് നല്ല ഭൂമി അല്ല. അതേ തത്വം തന്നെയാണ് വടക്ക് ഭാഗവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വടക്കിൻ്റെ ഭാഗം ലെവലായിരുന്ന കുഴപ്പമില്ല, പക്ഷേ വളരെയധികം മല പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആണെങ്കിൽ നമ്മുടെ എടുക്കാതിരിക്കാനാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ തെക്കോട്ട് കുത്തനെ താന്നിട്ടുള്ള ഭൂമി, തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗം വളരെ ഡീപ്പായിട്ട് നിൽക്കുന്ന ഭാഗം കഴിയുമെങ്കിൽ ഒഴിവാക്കണം, നല്ലതാണ്. അതൊക്കെ തന്നെ ഈ ഊർജ്ജ ലെവലത്തെ പിന്നെ ശരിയായിട്ട് അത് സാരമായി ബാധിക്കുന്ന കാര്യം കൊണ്ടാണ് ആ ഒഴിവാണ്. ഒരുവിധമൊക്കെ ചരിവൊക്കെ ആണെങ്കിൽ നമുക്ക് വെട്ടി ലെവൽ ചെയ്ത് കെട്ടിയൊക്കെ എടുക്കുകയാണ്, കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു ഭൂമി നമ്മുടെ കൈവശം കിട്ടിക്കഴിയണമെങ്കിൽ അത് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു ഭൂമി പൂജ ചെയ്യണം. നമുക്ക് ഭൂമി പൂജ ചെയ്യുക എന്ന് പറഞ്ഞു നിന്നാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്കൊരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ ചെറിയ പ്രാണികളായിരുന്നാലും ശരി, കൃമികളായിരുന്നാലും ഏതായാലും ശരി, അവരുടെ ആവാസ സ്ഥലം നഷ്ടപ്പെടുകയാണ് അല്ലേ? പിന്നെ അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ച് മാറ്റുമ്പോൾ ആ വൃക്ഷങ്ങളിലിരിക്കുന്ന പക്ഷികളായിരുന്ന കാര്യങ്ങൾ കൂടി വെച്ചിരിക്കും, പലതും ഉണ്ടാകും മരങ്ങളിൽ, അതൊക്കെ മുറിച്ച് മാറ്റിയായിരിക്കും നമുക്ക് അവിടെ വീട് വയ്ക്കാം. അപ്പോൾ ഇതിനെല്ലാം കൂടെ വെച്ചാണ് നമ്മുടെ ഭൂമി പൂജ. വൃക്ഷപൂജ വേണമെങ്കിൽ കൂടി ചെയ്യാം. ഈ ഭൂമി പൂജ ചെയ്ത് തടരക്ഷയും സ്ഥാപിച്ച ശേഷം മാത്രമാണ് നമ്മൾ ഒരു വീട് വയ്ക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ പ്ലാൻ വരയ്ക്കുന്നത്. പ്ലാൻ വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ എഞ്ചിനീയറെ കൊണ്ടുപോയിട്ട് പ്ലാൻ ഡിസൈൻ ചെയ്യിപ്പിച്ച് റഫായിട്ട് വരച്ച ശേഷം വാസ്തുശാസ്ത്രം അറിയത്തക്ക ഒരാളുടെ കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റളവും കാര്യങ്ങളൊക്കെ നോക്കണം. ചുറ്റുള്ള കാര്യങ്ങൾക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണച്ചുറ്റെന്നൊരു കണക്കുകളുണ്ട്. ഈ മരണച്ചുറ്റിലേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ കണക്കെടുക്കണം. എടുത്ത് അവർ കുഴപ്പമില്ല, ഇന്ന മാറ്റങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തന്നിട്ട് നമുക്ക് അനാവശ്യമായി പ്ലാൻ നമ്മൾ ചില ആൾക്കാർ വയ്ക്കും ഈ എലിവേഷന് മുൻതൂക്കം കൊടുക്കും. മനസ്സിലായില്ലേ? പുറത്തുനിന്ന് കാണാൻ ഭയങ്കര ഡിസൈൻ, എൻ്റെ വീടിൻ്റെ ഡിസൈൻ വേറൊരു വീടിനും പാടില്ല, അവിടെ തള്ളി ഇവിടെ തള്ളി അവിടെ ഉയർത്തി ഇവിടെ തുള്ളി, മനസ്സമാനമില്ലാത്ത വീടായിട്ട് മാറും അത് കേട്ടോ. കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഊർജ്ജ ലെവലിൽ കറക്റ്റായിട്ട് ഒരു വീടിനകത്ത് കിട്ടിയില്ലെങ്കിൽ എന്നും അസുഖങ്ങളായിരിക്കും, എന്നും പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഊർജ്ജ ലെവലിൽ കറക്റ്റായിട്ടുള്ള വീട് ക്രമീകരിച്ചെടുക്കണമെന്ന് പറയുന്നത് തന്നെ കാര്യമാണ്. ഒരുപാട് എലിവേഷൻ ആവാം കുഴപ്പമില്ല, പക്ഷേ എലിവേഷന് വേണ്ടി വീടിൻ്റെ സന്തുലനാവസ്ഥയെ നമ്മൾ വെട്ടി കുറച്ചുകൊണ്ടിട്ട് ഇല്ലാക്കരുത്, അത് പാടില്ല എന്നർത്ഥം. ആവശ്യത്തിനടുത്ത് എലിവേഷൻ ചെയ്യുന്ന തടസ്സമില്ല. പിന്നെ ഏത് ദിക്കിലേക്കാണോ നമ്മൾ ഫേസ് ചെയ്യണത്, നമ്മൾ വീടിൻ്റെ ഫേസ് ചെയ്യണത് ആ ഭാഗത്തേക്ക് കുറച്ച് എലിവേഷനൊക്കെ സ്വാഭാവികം വരും. ഇത് മറ്റെങ്കിലും 4 ഭാഗത്തേക്ക് അനാവശ്യമായിട്ടുള്ള എലിവേഷൻ. വീടിൻ്റെ മൂലകൾ വടക്ക് കിഴക്കേ, ഉദാഹരണം വടക്ക് കിഴക്കേ മൂലഭാഗം, അപ്പോൾ ശരിക്കും പ്രധാനപ്പെട്ട 4 മൂലകളും വടക്ക് കിഴക്കേ മൂലഭാഗം വരും, തെക്ക് കിഴക്കേ മൂലഭാഗം വരും, തെക്ക് പടിഞ്ഞാറ് ഭാഗം വരും, വടക്ക് പടിഞ്ഞാറ്. ഈ മൂലകൾ കട്ട് ചെയ്യരുത്.
മൂലകൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി തന്നെ നിൽക്കണം. ഇപ്പോൾ വടക്കിഴക്കേ മൂലഭാഗത്ത് അതിനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഫില്ലറൊക്കെ അടിച്ച് കയറ്റി ഷോയ്ക്ക് വെച്ചിരുന്നാൽ തലയില്ലാത്ത വീടെന്ന് പറയും. മനസ്സിലായില്ല? അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗം, തെക്ക് പടിഞ്ഞാറെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ രാഹുവിൻ്റെ സ്ഥാനമാണ്, നിരവധി കോണാണ്. അവിടെ ഈ കട്ട് ചെയ്തിരുന്നാലും പാകമില്ലാത്ത വീടെന്നുള്ള കണക്ക് വരും. അപ്പുറത്താണ് 2 കൈയുടെ സങ്കല്പത്തിലാണ്, ആ കൈമുറിഞ്ഞ വീടായിട്ട് വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത്. കുറേയൊക്കെ നമുക്ക് വിശ്വസിക്കാം, കുറേ തള്ളിക്കളയാം. ഇപ്പം ഞാനിപ്പോൾ എല്ലാം തന്നെ വരണമെന്ന് ഞാൻ പറയില്ല. ഒരു വീട് വയ്ക്കുമ്പോൾ ഒരു 60-70% നമുക്ക് വാസ്തുശാസ്ത്രം ഉൾക്കൊള്ളണം. എന്നാൽ ക്ഷേത്രം ചെയ്യുമ്പോൾ 100% ഒക്കെ ആയിരിക്കണം. അതിൽ വെള്ളം ചേർക്കാനേ പറ്റൂല, ഒരു മാറ്റമില്ല. ഒരു ക്ഷേത്രം ഇപ്പം ഞാൻ ക്ഷേത്രം ചെയ്യുമ്പോൾ എനിക്ക് അതിലൊരു യാതൊരു ഇതുമില്ല, അത് പെർഫെക്റ്റ് ആയിരിക്കും. 100% അങ്ങനെ ചെയ്യുള്ളൂ. അതിനകത്ത് വെള്ളം ചേർക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ എല്ലാ കാര്യങ്ങളും ഒത്ത് ഒരു പ്ലാൻ വരച്ചെടുത്ത ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ നടപടിക്രമത്തിലേക്ക് പോകണമെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കണം. മുഹൂർത്തം നോക്കി നമുക്ക് ശിലാസ്ഥാപനം നടത്താം. ശിലാസ്ഥാപനം നടത്തുന്നത് വീട്ടിലെ കാരണവർക്കോ വേണ്ടുന്ന സ്വന്തമായിട്ടോ ഭാര്യ ഭർത്താവും കൂടെ ചേർന്നോ അല്ലെങ്കിൽ ഒരു പിന്നെ പൂജാരിക്കോ ആർക്ക് വേണോ ചെയ്യാം. ചെയ്ത് ബാക്കിയുള്ള അതെല്ലാം ആരും ലഭിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് സംശയം തീർന്നല്ലേ ഇത്? അതെ അതെ അതെ. വീട് പണിയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സാർ, ഈ ഒരു വീട് പണിയുമ്പോൾ സാറ് ആരെങ്കിലും ഒരു വാസ്തു എക്സ്പേർട്ടിനെ പ്ലാൻ വരച്ചതിന് ശേഷം കാണിക്കണം എന്ന് പറഞ്ഞു. വീട്ടിലെ ഓരോ മുറികൾക്കും ഇപ്പം ഓരോ അടുക്കളയ്ക്കൊരു സ്ഥാനം, പൂജാമുറിക്കൊരു സ്ഥാനം, മാസ്റ്റർ ബെഡ്റൂമിനൊരു സ്ഥാനം, അങ്ങനെ ഓരോന്നിനും ഈ വാസ്തുശാസ്ത്രത്തിൽ തന്നെ ഓരോ സ്ഥാനങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിനെ കുറിച്ച് ഒന്ന് പറയുമോ? കാരണം പുതിയ വീട് വെക്കുന്ന ആർക്കെങ്കിലും ചിലപ്പോൾ അതൊരു ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അതായത് ശരിയായിട്ട് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂലഭാഗത്തെ മുറി, തെക്ക് പടിഞ്ഞാറേ ഭാഗത്തെ മുറി എന്ന് വെച്ചാൽ കന്നിഭാഗം എന്ന് പറയും. അത് ഏറ്റവും ഊർജ്ജലുള്ള മുറിയാണ്. അത് ദമ്പതിമാർ കിടക്കുന്നതാണ് നല്ലത്. ഭാര്യാഭർത്താക്കന്മാർ കിടക്കുന്നതാണ് ആ മുറിക്ക് ഏറ്റവും നല്ലത്. എങ്ങോട്ട് തലവച്ച് കിടക്കണം? സൗത്തിലേക്ക് തലവച്ച് കിടക്കണം. ഒന്ന് സൗത്ത് ഓർ ഈസ്റ്റ് തലവച്ച് കിടക്കേണ്ട ഭാഷയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സാർ, നമ്മുടെ സാധാരണ ഇങ്ങനെ ഈ സൗത്തിലേക്ക് തല വെക്കാൻ പാടില്ല അത് തെറ്റായ രീതിയിൽ വീട്ടിലാത്തോണ്ട് പറയുന്നതാണ്. ഒരിക്കലുമല്ല. നോർത്തിലേക്ക് തല വെക്കാൻ ഒരിക്കലും പാടില്ല, എർത്ത് ബാധിക്കും. അതായത് സൗത്തിലേക്ക് തലവെച്ച ദക്ഷിണ ധ്രുവത്തിന് കാന്തി വലയം നമ്മുടെ ഹെഡിൽ ബന്ധപ്പെട്ട് പോകുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. തെക്കോട്ട് തലവെച്ച് കിടക്കുന്ന ഫാമിലിക്ക് ഏറ്റവും തന്നെ ഒരു പനിയൊക്കെ വന്നാൽ പോലും മറ്റൊക്കെ 10 ഗുളിക കഴിക്കണ ഇത് 5 ഗുളിക കഴിച്ചാൽ മതി. ഉദാഹരണം പറയുന്നത്, ഞാൻ എൻ്റെ കുട്ടിക്കാലം പോലെ തെക്കോട്ട് തന്നെ തലവെച്ച് കിടക്കുന്ന ആളാണ്. ഞാനെന്നല്ല, ഞങ്ങളുടെ അറിവുള്ള ആൾക്കാർ ഞാൻ മാത്രമല്ല അങ്ങനെ കിടക്കുള്ളൂ. 1ാം സ്ഥാനം 2ാം സ്ഥാനം കിഴക്ക് തന്നെയാണ്. ഒന്നുകിൽ തെക്കോട്ട് തലവെച്ച് കിടക്കുക, അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കുക. പടിഞ്ഞാറ് തലവെച്ച് കിടക്കരുത്. ഭൂമിയുടെ റൊട്ടേഷൻ പ്രഷർ നമ്മൾ തലയിൽ ഏൽക്കും. ക്ലോക്ക് വൈസിലാണ് പടിഞ്ഞാറ് വടക്ക് ഇങ്ങനെയാണ്, ക്ലോക്ക് വൈസിലാണ് ഭൂമിയുടെ ചലനം, റൊട്ടേഷൻ. കിടക്കരുത്. മറ്റേ വടക്കോട്ട് എർത്ത് ബാധിക്കും. മാഗ്നറ്റിക് കൂടാണ് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത്. ഒരിക്കലും തന്നെ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങോട്ട് തലവെച്ച് കിടക്കണത്? ഒന്നിൽ തെക്കോട്ട് തലവെച്ച് കിടക്കണം, അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കണം. അങ്ങനെ പാടുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറിയിൽ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള ഭാര്യയും ഭർത്താവും കിടന്നു വെച്ചോളൂ, കന്നിമൂല. പിന്നെ തെക്ക് കിഴക്കേ മൂല ഭാഗത്തൊരു മുറി ഉണ്ടെങ്കിൽ അത് പഠനമുറി, ഓഫീസ് മുറി, ഗസ്റ്റ് മുറി, കുട്ടികളുടെ പഠനത്തിൻ്റെ ഏറ്റവും നല്ല മുറിയാണ് ആവാം. പെൺകുട്ടികൾക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുറി ഉണ്ടെങ്കിൽ ആ മുറി കൊടുക്കണം. അവരുടെ വളർച്ചയ്ക്കും പഠനത്തിനും ഭാവിയിലൊക്കെ നല്ല കുടുംബത്തിൽ നിന്നൊരു പയ്യൻ വരുന്നതിനും ഏറ്റവും ഐശ്വര്യം. വടക്ക് പടിഞ്ഞാറ് വായു കോണാണ്, ചന്ദ്രൻ്റെ ദിക്കാണ്, ഏറ്റവും ഐശ്വര്യപ്രദമാണ് വടക്ക് പടിഞ്ഞാറത്തെ മുറി. അങ്ങനെ കൊടുക്കുക. ഈ പയ്യന്മാർക്ക് ഞാൻ പറഞ്ഞല്ലോ തെക്ക് കിഴക്കേ മൂല ഭാഗത്ത് മുറി നേരത്തെ പറഞ്ഞല്ലോ അത് കൊടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഇരുനില വീട് പണിയുമ്പോൾ ഇതെല്ലാം തന്നെ ഉയരെ ഇതുപോലെ വരുമല്ലോ. അവിടെ മറ്റുള്ള ആൾക്കാർക്ക് കിടക്കാം. ഇപ്പോൾ ചെറിയ വീട് വയ്ക്കാനുള്ള കാര്യത്തിൽ വലിയ വീട് വയ്ക്കുമ്പോൾ ആ രീതിയിലെടുക്കുക. നമ്മുടെ പിന്നെ വടക്ക് കിഴക്കേ മൂല ഭാഗത്ത് മുറി പ്രായമുള്ള ആൾക്കാർക്ക്, എബോ 60ക്ക് ശേഷമുള്ള ആൾക്കാർ കിടക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വടക്ക് കിഴക്കേ ഭാഗത്തുള്ള ഈശാന്യമുള്ള മുറി പ്രായമുള്ള ആൾക്കാർ കിടക്കുന്നത് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും പ്രാർത്ഥനാ നിരതമായ അന്തരീക്ഷത്തിൽ അവർക്ക് കഴിയുന്നതിന് ഏറ്റവും ഉചിതമാണ്.
സാറ് നമുക്ക് വാട്സാപ്പിൽ ഒരു ചോദ്യം വന്നിരിക്കുന്നതാണ്. ഈ പുതിയ കാലത്ത് ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നൊരു സംവിധാനമാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പം ഓപ്പൺ കിച്ചണിനെ കുറിച്ചൊരു സംശയം വന്നിട്ടുണ്ട്. പണ്ടെല്ലാം അടച്ച് പൂട്ടിയ കിച്ചണുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഓപ്പൺ കിച്ചൺ എത്രത്തോളം വാസ്തുവുമായി ചേർന്ന് നിൽക്കുന്നതാണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. അതായത് പണ്ട് കാലത്ത് 4 ചുമരിനുള്ളിലാണ് അടുക്കള പറഞ്ഞത്. അതെ, അതിൻ്റെ അർത്ഥം അതാ, 4 ചുമരിനുള്ളിൽ അടുക്കളയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു വാതിൽ മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയാണ് അടുക്കള. ഇന്ന് കാലം മാറി. ഇന്നിപ്പോൾ വർക്കിംഗ് കിച്ചൺ, മോഡേൺ കിച്ചൺ, ഈ 2 എണ്ണമാണ് ഇപ്പോൾ പുതിയ പ്ലാനെല്ലാം തന്നെ എൻ്റെ വരുന്നത്. എനിക്ക് അറിയാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ വർക്കിംഗ് കിച്ചണിലാണ് ശരിയായിട്ടുള്ള പാചകമൊഴുക്കം നടക്കുന്നത്. ഈ മോഡേൺ കിച്ചൺ എന്ന് പറഞ്ഞിരുന്നാൽ, ശരിക്കും പറഞ്ഞിരുന്നാൽ ഡൈനിങ് ഹാളോട് ബന്ധപ്പെട്ട് വന്നിട്ട് ഏകദേശം ആ പിന്നെ മോഡേൺ കിച്ചൻ്റെ പകുതി വന്നിട്ട് ഒരു കൗണ്ടറായിരിക്കും. നീട്ടി കൗണ്ടർ അടിക്കും. ബാക്കിയുള്ള ഭാഗം ഒരു പാസേജ് കൊടുക്കും. അപ്പോൾ കൗണ്ടർ കൊടുത്തില്ലേ പിന്നെ ഈ അളവ് അതും അടുക്കള ഒരുമിച്ചായി പോകും. അങ്ങനെ ചെയ്യരുത്. ഒരു കൗണ്ടർ കൊടുത്ത് 1 മീറ്റർ പൊക്കത്തിൽ ഒരു കൗണ്ടർ കൊടുത്ത ശേഷം പിന്നെ അതിൻ്റെ മൊത്തം വീതിയുടെ പകുതി എടുക്കണം. ബാക്കി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഈ മോഡേൺ കിച്ചണിൽ ഒരു ഭംഗിക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ അത്യാവശ്യം ഒരു ചായയെല്ലാം ഇടുന്നല്ലാതെ വേറെ ആരും തന്നെ ഉപയോഗിക്കാറില്ല. ഒരു ഷോ പീസ്, ഒരു ഷോ പീസ്. ഇപ്പോഴും വന്ന് പിന്നെ അത്യാവശ്യം ഒരു ദോശയൊക്കെ ചുട്ടു കൊടുക്കണം. അവിടെ ഇരുന്നിട്ട് കഴിക്കുക, പോവുക. ഡൈനിങ് ഹാൾ വെറുതെ കിടക്കും. ഡൈനിങ് ഹാളിലെ ഡൈനിങ് ടേബിൾ വെറുതെ കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ കാലം മാറിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയൊക്കെ ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ ഈ ഡൈനിങ് ഹാളിലേക്കൊന്നും പോവില്ല കേട്ടോ. ഇത് രാവിലെ ആഹാരം കഴിക്കുന്ന ഓരോ ആൾക്കാരുടെ ടൈമിൻ്റെ നിന്നുകൊണ്ട് എടുത്ത് കഴിച്ച് പോയി അങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങളാണ് നമ്മളെ സിറ്റിക്കകത്തുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ രീതിയിൽ നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ കാലത്തിനനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണ്. ഈ മുടന്ന ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറകിൽ നിന്ന് നമ്മളെ ചവിട്ടി താത്തിട്ട് ആൾക്കാർ കയറി. അതുകൊണ്ട് ഞാനത് എതിരില്ല. അപ്പോൾ ഓപ്പൺ കിച്ചൺ കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ വർക്കിംഗ് കിച്ചൺ വേറെ ഉണ്ടല്ലോ. വർക്കിംഗ് കിച്ചനകത്താണ് പാചകം മുഴുക്ക നടക്കുന്നത്. സാർ, ഇപ്പം ഞാനൊരു സംശയം ചോദിക്കുന്നത്, ഇപ്പം അത്രയും വലിയ സൗകര്യങ്ങൾ ഇല്ലാത്തൊരു വീടാണ്, എന്നാൽ ആധുനികമായ രീതിയിൽ ഒരു ഓപ്പൺ കിച്ചൺ വേണം. ആ ഓപ്പൺ കിച്ചണിൽ തന്നെ കുക്കിങ്ങും ചെയ്യുകയാണ് എങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് കാരണം ഈ ഓപ്പൺ കിച്ചണിൽ നമ്മൾ നിങ്ങൾ വെജും നോണൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ നേരിഞ്ഞ് വരും. അത് ആരോഗ്യപരമായിട്ട് അവർക്ക് തന്നെ ദോഷം. നമുക്ക് വീട് മൊത്തം ഇതിൻ്റെ ഈ നോണൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ മണം നേരിഞ്ഞ് സിറ്റ് ഔട്ട് മാറി ഞെട്ടെല്ലാം വ്യാപിക്കും. അപ്പോൾ കുറച്ച് അതിനുവേണ്ടിയാണ് ഇപ്പോഴത്തെ ഇതിനെ വർക്കിംഗ് കിച്ചണായിട്ട് പറയിലേക്കും മോഡേൺ കിച്ചണായിട്ട് എടുക്കുന്ന ഉദ്ദേശമാണ്. വയ്ക്കുന്നതിന് തടസ്സമൊന്നുമില്ല, വയ്ക്കുന്നൊക്കെ വയ്ക്കാം. പക്ഷേ നമ്മുടെ എനർജി ഫ്ലോ കുറയുന്നർത്ഥം. സാർ, അടുത്ത ഒരു സംശയമുള്ളത് ഈ കിണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം എനിക്കാണ്. അതായത് നമ്മളൊരു ഭൂമി വാങ്ങുന്നു. ആ വാങ്ങുന്ന ഭൂമിയിൽ ഓൾറെഡി ഒരു കിണറുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ കിണർ ഇരിക്കുന്നത് ശരിയായ സ്ഥാനത്തല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കിണർ പലരും പറഞ്ഞ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കിണറാണ്, അത് മൂടുന്നത് എങ്ങനെ? അപ്പോൾ അത് മൂടിക്കഴിഞ്ഞാൽ അതിന് ദോഷമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായി നമ്മുടെ അനുഭവങ്ങളിൽ തന്നെയുണ്ട് അങ്ങനത്തെ ഇൻസിഡൻസ്. അപ്പോൾ ആ സാഹചര്യത്തിൽ കിണറിനെ എന്ത് ചെയ്യണം എന്നാണ് സാർ ഒരു എക്സ്പേർട്ട് എന്നുള്ള നിലയിൽ? അതായത് നമുക്കിപ്പോൾ ഉദാഹരണം, ഒരു 10 സെൻറ്റ് സ്ഥലം നമ്മുടെ വിലയ്ക്ക് വാങ്ങണമെന്ന് വെച്ചോളൂ. വിലയ്ക്ക് വാങ്ങുമ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് അവിടുത്തെ ആ വസ്തുവിലെ കിണർ നിൽക്കുന്നത് വടക്ക് പടിഞ്ഞാറേ മൂലഭാഗത്താണ് നിൽക്കണമെന്ന് വെച്ചോളൂ. ഉദാഹരണം പറയാം. അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലഭാഗത്താണ് നിൽക്കണമെന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറാണ് നിൽക്കണമെന്ന് വെച്ചോളൂ. വടക്ക് കിഴക്കല്ല. ആധികാരികമായിട്ട് പിന്നെ വടക്കിൻ്റെ, അതായത് മകരം, കുംഭം, മീനം, മേടൻ രാശിയിലാണ് ജലരാശി എന്ന് പറയുന്നത്. അവിടെയൊന്നും അല്ല. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് വീട് പണിഞ്ഞ്, ഇപ്പോൾ വീട് പണിയെടുപ്പിക്കാണ്ട് വെള്ളം എടുക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. വീട് പണിയെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഒരു മന കെട്ടീനെ വേർതിരിക്കണം. വീടുമായിട്ട് ബന്ധപ്പെടുത്തരുത്. അപ്പോൾ മന എന്ന് പറഞ്ഞിരുന്നാൽ മിനിമം 5 അടി പൊക്കം വേണം. മന കെട്ടി വേർതിരിച്ചിട്ട് അവിടെ കയറാൻ വേണ്ടി ചെറിയൊരു അടഞ്ഞ ഗേറ്റ് ഇടുക. അത്യാവശ്യത്തിന് കയറുക. എന്തെങ്കിലും ആവശ്യമുണ്ട്, ബാക്കി പമ്പ് സെറ്റ് ചില വെള്ളം എടുക്കണേ. അങ്ങനെ ക്രമീകരിക്കുക. ചില ആൾക്കാർ പണ്ടത്തെ വലിയ കിണറായിരിക്കും, അതിൽ പകുതി സ്ലാബ് ഇടും. സ്ലാബ് ഇട്ട് ഞാൻ പറഞ്ഞ മന കെട്ടി തിരിച്ചിട്ട് പമ്പ് സെറ്റ് വെച്ച് വെള്ളം എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ആ വീടുമായിട്ടുള്ളൊരു ബന്ധം കിട്ടില്ല. അങ്ങനെ ചെയ്യാം. അല്ലാതെ നമ്മുടെ ആസ്ഥാനത്ത് കിണർ നമ്മൾ
സർവനാശം ഫലമെന്നാണ് എൻ്റെ പറയുന്നത്. ഒരിക്കലും ഇതിന് പാടില്ലാത്ത കാര്യമാണ്. അഗ്നികോണിൽ ഉദാഹരണം, അഗ്നികോണിൽ കിണർ വന്നാൽ നമ്മുടെ പരിപാലിച്ചാലുണ്ടല്ലോ നമുക്ക് പണി കിട്ടും, അതിന് മാറ്റമൊന്നുമില്ല. അതൊക്കെ ഒരു ഐശ്വര്യമായിട്ടൊരു കിണർ നമുക്കൊരു വീട്ടിൽ കിട്ടാമെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, കുട്ടികളുടെ പഠനം, ഭാര്യാഭർത്താക്കന്മാരുടെ ഐക്യം, ഇതെല്ലാം ഇതുകൊണ്ട് ബന്ധപ്പെട്ടാണ്. അപ്പം കൂപം എന്ന് പറഞ്ഞാൽ അത് കിണറെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അത് ഒരുപാട് കാര്യം. കുംഭൻ രാശിയിലോ മീനൻ രാശിയിലോ ഒരു കിണർ വരണത് വീടിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാക്കും. സാർ ഈ 5 അടി പൊക്കത്തിൽ കെട്ടണം എന്നല്ലേ സാർ പറഞ്ഞ മതിൽ പോലെ? വേർതിരിക്കാൻ വേണ്ടി 5 അടി പൊക്കത്തിൽ കെട്ടണം. സാർ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സംശയമുള്ളത്, ഈ നമ്മുടെ പ്രത്യേകിച്ച് ഈ സിറ്റി ഏരിയയിലൊക്കെ പലരും 2 സെന്റ് 2.5 സെന്റിൽ 3 സെന്റിലൊക്കെ വീട് വെക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതുപോലെ ഒരു കിണറുള്ള ഒരു പ്ലോട്ടാണെങ്കിൽ 5 അടി പൊക്കത്തിലേക്ക് മതിൽ കെട്ടാൻ ഇപ്പൊ കല്ല് വെച്ച് തന്നെ കെട്ടാൻ സാധിച്ചില്ലെങ്കിൽ അതിന് മറ്റ് ഓൾട്ടർനേറ്റ് എന്തെങ്കിലും ഓപ്ഷൻസ് പോരാ അല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് നികത്തുക, അല്ല വേറെ വഴിയൊന്നുമില്ല. ഇതിനകത്ത് ഇത് കളിക്കേണ്ട കാര്യമല്ല. അങ്ങനെ ഒട്ടും സ്ഥലമില്ലാതാണ് നികത്ത് തന്നെ വേണം, വേറെ വഴിയില്ല. കിണർ നികത്തേണ്ട എന്തുകൂടെ അത് പറഞ്ഞുതരാം. അവർക്ക് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് സാർ ഇതൊക്കെ. ഒരുപക്ഷെ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കിണറാണ്, അത് നികത്തേണ്ടി വരും. നമുക്കൊരു വീട് വയ്ക്കുമ്പോൾ അതിൽ വേറെ വഴിയില്ലാത്ത സാഹചര്യമാണെങ്കിൽ നികത്തുകയാണെങ്കിൽ നമ്മളൊരു ദിവസം രാവിലെ കുളി കഴിഞ്ഞ് ചെറിയൊരു ഈറൻ വസ്ത്രം നമ്മൾ ഉടുത്ത് നിന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ആദ്യം 1 കപ്പ് പാല് കിണറ്റിനുള്ളിലേക്ക് ഒഴിക്കണം. അതിന് 1 കപ്പ് കരിമ്പിൻ്റെ ചാറ് കിണറ്റിനുള്ളിലേക്ക് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് നല്ല ഒരു കൂട്ടം മണൽ ഇടുക. എന്നിട്ട് വേറെ ഏതെങ്കിലും കിണറ്റിലെ വെള്ളമോ അല്ലെങ്കിൽ പൈപ്പിലെ വെള്ളമോ 1 കുടം വെള്ളം ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് സാധാരണ മണ്ണിട്ട് അതിനെ മൂടണം. അങ്ങനെ വിധിപ്രകാരം അങ്ങനെ ചെയ്യാവൂ. അല്ലാതെ വെറുതെ ആദ്യം ആരോടും പറഞ്ഞിട്ട് കോടം 1 എന്ന് പറഞ്ഞാൽ ഇപ്പം ശരിയല്ല, അത് വേറെ ദോഷങ്ങളുണ്ടാക്കും. പിന്നെ ചില ആൾക്കാർ വേറെ ദുഷിച്ച ചില പ്രവണത ചെയ്ത് കിടന്നുണ്ട്, അതൊക്കെ വലിയ ആപത്താണെന്നറിയാം. ഇതിനെ സെപ്റ്റി ടാങ്ക് ആക്കി കളയും, അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം അടിക്കണം. അങ്ങനെയൊക്കെ അത് കുറച്ചുകൂടെ ആപത്തല്ലേ പോകും. അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമ്മളിപ്പോൾ പ്രകൃതിക്കനുസരിച്ച് നമ്മൾ വീട് വെച്ച് താമസിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രകൃതിക്കാണ് അത് മനുഷ്യനായിരുന്നാലും ശരി, മൃഗങ്ങളായിരുന്നാലും ശരി, പക്ഷികളായിരുന്നാലും ശരി, സകല ജീവജാലങ്ങൾക്കും അതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കഴിയാവൂ. അതെ അതെ സാർ, ഈ എനിക്ക് തോന്നുന്നു കിണറുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഏകദേശം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാർ, ഈ വിദിക്ക് എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ആ വിദിക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള സ്ഥലത്ത് നമുക്ക് ഒരു കൺസ്ട്രക്ഷന്റെ സാധ്യതകൾ എങ്ങനെയാണ്? ദിക്ക് എന്ന് വെച്ചാൽ ദിക്കുകൾക്ക് അതീതമായി നിൽക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അതായത് നമുക്ക് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 ദിക്കല്ലേ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ ഒന്നുകിൽ കിഴക്ക് ദർശനമായിട്ട്, ഇല്ലെങ്കിൽ വടക്ക് ദർശനമായിട്ട്, പടിഞ്ഞാറ് ദർശനമായിട്ട്, അല്ലെങ്കിൽ തെക്ക് ദർശനമായിട്ട്, ഇങ്ങനെയാണ് നമ്മുടെ ഒരു വീടിൻ്റെ പൂമുഖം നേരെ കൊടുക്കുന്നത്. നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി കോമ്പസ് വെച്ച് നോക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് കോണിൽ നിന്നായിരിക്കും. അപ്പോൾ അതിന് ഒരു ശരിയായിട്ടുള്ള ദിക്ക് പറയാൻ പറ്റൂല. അതിനാണ് വിദിക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വീട്ടിൽ വയ്ക്കും. അങ്ങനെ വീട്ടിൽ വയ്ക്കുന്നത് അവിടുത്തെ ഊർജ്ജ ക്രമീകരണം കുറവായിരിക്കും, ആരോഗ്യ പരിപാലനം കുറവായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നത് ഉണ്ടാവും. അതുകൊണ്ട് അത് എന്താ പോംവഴി എന്ന് വെച്ചിരുന്നാൽ ഉത്തരായനം ദക്ഷിണ 15 ഡിഗ്രി തെക്കോട്ടും വടക്കോട്ടും സൂര്യൻ്റെ ദിശ വരുന്നുണ്ട്. 15 ഡിഗ്രി വരെ ചരിവ് ആവാം, കുഴപ്പമില്ല. അതിലുപരി നമുക്ക് ആവാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? സ്ഥലം ഉണ്ടെങ്കിൽ വീട് അല്പം ചരിച്ച് വയ്ക്കുക. നേരത്തെ സൂര്യൻ നിൽക്കുന്ന ദിക്ക് കൊണ്ട് ബന്ധപ്പെട്ട് 15 ഡിഗ്രി ചരിച്ച് വരാം. അതിലുപരിയാണെങ്കിൽ അല്പം ഒന്ന് ഭൂമി ചരിച്ച് വീട് ചരിച്ച് വെച്ചാൽ അതിനൊരു പരിഹാരം ഉള്ളെന്നർത്ഥം. അല്ലാതെ വീട് വയ്ക്കാൻ പാടില്ല. അപ്പോൾ വസ്തു നമ്മൾ വാങ്ങുമ്പോൾ ഈ കാര്യം നോക്കണമെന്നർത്ഥം. ചാടി വീണ് ദുബായിൽ അവിടെ ഇരുന്നുകൊണ്ട് 10 സെൻറ്റ് കൊള്ളാടെ കൊള്ളാം ഞാൻ പൈസ എൻ്റെ പേരിൽ വാങ്ങിച്ചത് 10 സെൻറ്റ് വാങ്ങിച്ച് നിറച്ചൊരു ഫൗണ്ടേഷൻ കിട്ടും കേട്ടോ. വാർത്ത കിട്ടുമ്പോൾ എൻ്റെ പൈസ എല്ലാം തീരും, നാട്ടിൽ വരും, നിവൃത്തിയില്ല, കൊടുക്കേണ്ട സാഹചര്യം. ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ ഫീൽഡെന്ന് വെച്ചിരുന്നാലും അങ്ങനെയാണത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ കൊക്കിന് ഒതുക്കിയെടുക്കുക, കൊത്താവുക, വേറെ ഒന്നും പോരെന്നർത്ഥം. ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് പറ്റുന്ന ആപത്ത് ഇതാണ്. നമ്മൾ ഇപ്പോൾ പൈസ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആർഭാടമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ആപത്താണ്. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ വേറെ 1-2 കാര്യങ്ങൾ ചോദിച്ചൊരു കാര്യം കൂടെ പറഞ്ഞുതരാം.
പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീട്, 4 കെട്ട് 8 കെട്ട്, അതൊക്കെ അത് പ്രത്യേക സ്റ്റൈലാണ്. വിദഗ്ധമായ പണ്ടത്തെ തച്ചാശാരിമാരെ മിടുക്കന്മാരായ അന്നത്തെ തച്ചന്മാർ ചെയ്യണത്. അവരെ എല്ലാം പറ്റില്ല, കാരണം അത്ര വിദഗ്ധമായിട്ടാണ് ആ ഉളി കൊണ്ട് ആ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്ന് അക്കാലത്ത് ചെയ്തിട്ടുള്ള അങ്കണങ്ങളും കാര്യങ്ങളും ആരൂഢത്തിൻ്റെ ആ വീടാണ് ഓരോ ശാലകൾ കണക്കാക്കിയാണ് ചെയ്യുന്നത്. മനസ്സിലായി, കിഴക്കിനി പടിഞ്ഞാറ്റിനി വടക്കിനി തെക്കിനി എന്നൊക്കെ പറഞ്ഞ പ്രത്യേക കണക്കുകളൊക്കെ വെച്ച് ഓരോ ശാലകൾ കണക്കാക്കിയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോ അങ്കണങ്ങൾ വിധിപ്രകാരം വരും. അത് ഓപ്പൺ സ്പേസാണ്, അറിയാലോ, കാറ്റും മഴയും വെള്ളവും എല്ലാം അതിനകത്ത് വരികയും ചെയ്യും. അതേ മോഡലിൽ കോൺക്രീറ്റ് വീട് വെച്ചാൽ അതേ മോഡൽ കോൺക്രീറ്റ് വീട് വെച്ചാൽ വിവരം അറിയും, ദോഷമാണ്. അതെ, അതങ്ങനെ അതേ രീതിയിലൊക്കെ വീട് വെച്ച് പ്രശ്നങ്ങളായി അവസാനം ഇപ്പോൾ ഞാനല്ല അല്ലെങ്കിൽ വേറെ അറിയുള്ള ആൾക്കാർ ചെന്ന് പോകുമ്പോഴും പ്രശ്നമാണ്. പിന്നെ എന്താ പറയുക, ഈ അങ്കണം മൂടിയെന്ന് ഇവരിപ്പോൾ 4 ഫിൽറ്ററെല്ലാം കൊടുത്ത് വെച്ചേക്കാണ്. പിന്നെ അതിനെ തട്ടിപ്പൊട്ടിച്ചാൽ കെട്ടിടം മൂട്ടിപ്പോവും, ചെയ്യാനും പറ്റൂല. പിന്നെങ്കിലും ഈ ബ്രഹ്മസ്ഥാനമൊക്കെ കുഴിച്ച് വെച്ചുകളയും കേട്ടോ. അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ചെയ്യാം, കിഴക്കിൻ്റെ ഭാഗത്തോ വടക്കിൻ്റെ ഭാഗത്തോ നമുക്ക് അങ്കണം എടുക്കാം. വടക്കിൻ്റെ ഭാഗത്തും കിഴക്കിൻ്റെ ഭാഗത്തൊക്കെ എടുത്ത് അവിടെ വെള്ളം കെട്ടി നിർത്തി വാട്ടർ ഫൗണ്ടൻ കൊടുക്കുക, പലതും ചെയ്യാം. അല്ലാതെ വീടിൻ്റെ ബ്രഹ്മസ്ഥാനം, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, വീടിൻ്റെ മധ്യഭാഗം സൂത്രങ്ങൾ പാസ് ചെയ്ത് വരണത് ബ്രഹ്മസൂത്രം, കർണസൂത്രം, മൃത്യുസൂത്രം, യമസൂത്രം പാസ് ചെയ്യേണ്ട ബ്രഹ്മസ്ഥാനം, മധ്യഭാഗം ബ്രഹ്മസ്ഥാനം. അവിടെയാണ് ഇവർ ഈ കുഴിച്ചിട്ട് ഈ പല പരിപാടികളും ചില ഒരിടത്ത് ഒരു റിസോർട്ടിൽ ഞാൻ കണ്ടു, അവരവിടെ നിന്നിട്ട് പിന്നെ വെള്ളം കിട്ടുന്നിട്ട് കട്ടിയുള്ള ഗ്ലാസ് ഇട്ട് മീനൊക്കെ ഇട്ടൊക്കെയാണ്. അപ്പോൾ എന്നെ ക്ഷണിച്ച് ഞാൻ പോയതാണ്. ഞാൻ ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം കൊള്ളാം, പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ ഇത് എങ്ങോട്ട് പോകുന്നു എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോഴൊന്നും കാര്യം 6 മാസം പോയി, 6 മാസമേ അത് പോയുള്ളൂ. അവർ കൈമറിച്ച് കൊടുക്കേണ്ടി വന്നു. കൈമറിച്ച് വാങ്ങിച്ചാൽ വളരെ വിദഗ്ധമായിട്ട് അറിയാമെന്നില്ല, അയാളെ തന്നെ മാറ്റിക്കളഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്രകൃതിക്കനുസരിച്ച് ജീവിക്കണം. അതെ സാർ, ഈ വീട്ടിൽ ഇപ്പോൾ വാസ്തു എന്ന് പറയുന്ന ഒരു എനർജി ഫ്ലോ ആണല്ലോ സാർ പറഞ്ഞാൽ, പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു എനർജിയെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഈ വീടിനകത്ത് ഇപ്പം നമ്മുടെ കേരളത്തിൽ മിക്കവാറും വീടുകളൊക്കെ ഇപ്പോൾ ഒരു 2 നില ഇല്ലാത്ത വളരെ ചുരുക്കമാണ്. കാരണം ഒന്ന് ലാൻഡ് അവൈലബിലിറ്റി ഇല്ല 8 നില വീട് വെക്കാനായിട്ട്. അപ്പോൾ ഈ 2 നില വീട് വെക്കുമ്പോൾ സ്റ്റെയർ കേസ് പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സാർ ശ്രദ്ധിക്കണം? കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ ക്ലോക്ക് വൈസിൽ കാണുന്നുണ്ട്, ചില സ്ഥലത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് സ്റ്റെയർ കേസ് കാണുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് വന്നു കഴിഞ്ഞാൽ അത് ദോഷമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയാമോ? നമുക്ക് വീടിൻ്റെ പുറത്ത് ഉള്ള സ്റ്റെയർ കേസ് എടുക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്നും കണക്ക് വേണ്ട. പക്ഷേ വീടിനകത്ത് സ്റ്റെയർ കേസ് ഇടുമ്പോൾ അത് ക്ലോക്ക് വൈസ് തന്നെ ആയിരിക്കണം. അത് ഭൂമിയുടെ റൊട്ടേഷൻ അങ്ങനെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാണ് പ്രദക്ഷിണം. ക്ഷേത്രത്തിന് എങ്ങനെയാണ് പ്രദക്ഷിണം? ഇടത്തുനിന്ന് വലത്തോട്ടിലോട്ട്. അതേ തത്വം രണ്ടിനും വേണ്ടത്. അപ്പോൾ സ്റ്റെയർ കേസ് രൂപകൽപ്പന ചെയ്യുമ്പോൾ ഏറ്റവും ഉത്തമം വെയിറ്റുള്ള നിർമ്മാണം എന്നുള്ള രീതിയിൽ തെക്ക് ഭാഗത്താണ് ഏറ്റവും നല്ലത്. 2ാം സ്ഥാനം പടിഞ്ഞാറാണ്, 3ാം സ്ഥാനം വടക്കാണ്. കിഴക്കോട്ട് നോക്കി സ്റ്റെയർ കേസ് ഇട്ട് കയറരുത്. കിഴക്കോട്ട് നോക്കി കയറാൻ പാടില്ല. ഇല്ല, തെക്കോട്ട് നോക്കി കയറണത് ഏറ്റവും 1ാം സ്ഥാനം തെക്കോട്ട് നോക്കി കയറണതാണ്. തെക്കോട്ട് നോക്കി കയറി ക്ലോക്ക് വൈസ് വരിക, അല്ലെങ്കിൽ പടിഞ്ഞാറ് നോക്കി കയറി ക്ലോക്ക് വൈസ് വരിക. 3ാം സ്ഥാനം വടക്കോട്ട് നോക്കി ക്ലോക്ക് വൈസ് വരിക, കിഴക്കോട്ട് നോക്കി കയറുന്നത്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കിഴക്കോട്ട് വരാനേ പാടില്ല എന്നുള്ളതാണ്. കിഴക്കോട്ട് നോക്കി കയറുമ്പോൾ കിഴക്കോട്ട് നോക്കി ചവിട്ടി കയറി സൂര്യനോട്ട് ബന്ധപ്പെട്ടാണ് ഈ കണക്ക് നിൽക്കുന്നത്. അത് നല്ലതല്ല. പിന്നെ ഒരു കാരണവശാലും വടക്ക് കിഴക്കേ മൂല ഭാഗത്തു നിന്ന് സ്റ്റെയർ കേസ് ആരംഭിക്കരുത്. വടക്ക് കിഴക്കേ മൂല ഭാഗം എന്ന് വെച്ചാൽ ഈശാന കോണാണ്. ഈ വാസ്തു എന്ന സങ്കല്പത്തിൻ്റെ തല വരുന്ന ഭാഗമാണ്. അവിടെ വെയിറ്റ് കൊടുത്തുള്ള നിർമ്മാണം ഒരിക്കലും പാടില്ല. അപ്പോൾ അവിടെ നിന്ന് സ്റ്റെയർ കേസ് ആരംഭിക്കരുത് എന്നർത്ഥം. അവിടെ നിന്ന് ഒരു 3 കോൽ 7.5 അടി മാറി അങ്ങോട്ട് കഴിഞ്ഞിട്ട് 7 അടി മാറിയിട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല, 7.5 അടി മാറണം. അപ്പോൾ വടക്കിഴക്കേ മൂല ഭാഗത്ത് നമ്മൾ വെയിറ്റ് കൊടുത്തുള്ള നിർമ്മാണം ചെയ്തു പോയാൽ അത് ഗ്രഹനാഥനെ ബാധിക്കും. ഗ്രഹനാഥന് പല രീതിയിൽ അതിനൊരു അന്ധവിശ്വാസമാണ് പറഞ്ഞാലും, പക്ഷേ അത് പല അനുഭവങ്ങൾ നമ്മളും കൂടെ ചിലപ്പോൾ കാണേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപകടങ്ങൾ, കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, അസുഖങ്ങൾ ഒരിക്കലും നല്ലതല്ല.
അപ്പോൾ അതുകൊണ്ട് ആ വീട് പണിയുമ്പോൾ പ്രത്യേകം ഡിസൈൻ നോക്കുക. വടക്ക് കിഴക്കേ മൂല ഭാഗത്ത് ഇപ്പം ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു വാസ്തുശാസ്ത്രം ഞാനിവിടെ ക്ലാസ് എടുക്കും. ഒരിക്കലും തന്നെ ആർക്കിടെക്റ്റ് അവർ എഞ്ചിനീയേഴ്സ് പഠിക്കാൻ വരുമ്പോൾ അവർക്കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കും അത് ചെയ്യരുത്, ഡിസൈൻ അങ്ങനെ ചെയ്യരുത്. അവരൊരിക്കലും ചെയ്യാറില്ല. സാർ ഈ വീടിനകത്തുള്ള കേസിലാണല്ലോ പറഞ്ഞത് ഇങ്ങനെ കിഴക്കോട്ട് നോക്കി കയറാൻ പാടില്ല എന്ന് പറഞ്ഞത്. വീടിന് പുറത്ത് ഇപ്പം അതായത് പഴയ കാലങ്ങളിലൊക്കെ ഒരു നില വീട് പുറത്തുകൂടെ ഒരു സ്റ്റെയർ കേസ് ടെറസിലേക്ക് പോകാനാണ് 10-35 വർഷം വെളിയിൽ നിന്നുള്ള സ്റ്റെയർ കേസ് നമ്മൾ ഒരു വലിയ കണക്കെടുക്കാറില്ല, അതിനങ്ങ് വിട്ടാൽ. പക്ഷെ സാർ ആ വെളിയിലുള്ള സ്റ്റെയർ കേസിൽ കൂടെ നമ്മൾ അടുത്ത നിലയിലെ വീട്ടിലേക്ക് കയറി പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അത്? അല്ല, വെളിയിലേക്കുള്ള സ്റ്റെയർ കേസ് പോകുമ്പോൾ അതൊരു ശരിക്കുള്ള പ്ലാനിങ് അല്ലല്ലോ. നമുക്ക് അകത്തൂടെ ഒരു താഴെയും ഉയരെയും താമസിക്കുന്ന ആൾക്ക്, ഒരു ഫാമിലി താമസിക്കുന്നവർക്ക് അകത്തൂടെ അല്ലേ സ്റ്റെയർ കേസ് വരുള്ളൂ. വെളിയിൽ കൂടെ വേറെ ഫാമിലിക്ക് എന്തേ കൊടുക്കാൻ പറ്റുള്ളൂ വെളിയിലുള്ള സ്റ്റെയർ കേസ്. അതും കിഴക്കോട്ട് നോക്കി കയറണം നല്ലതല്ല. അതാണെങ്കിലും കിഴക്കോട്ട് നോക്കി കയറാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് സാർ? അത് വേറെ 4 ദിക്ക് കിടക്കലാണ്. അത് പ്ലാൻ ചെയ്യുമ്പോഴേ നോക്കണം. അത് പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അവരങ്ങനെ ചെയ്യുള്ളൂ. സംശയം ഇപ്പൊ അതായത് ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 90കളിലൊക്കെ പണിത മിക്കവാറും വീടുകളിലും നമ്മളൊരു പുതിയൊരു കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ ഒരു സങ്കല്പത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അന്ന് പണിത ആർക്കിടെക്റ്റുമാർ ആരും തന്നെ ഈ വാസ്തുവിന് വലിയ പ്രാധാന്യം കൊടുത്തതായിട്ട് കാണുന്നില്ല. അപ്പം അങ്ങനെ വീട് വെച്ചവർക്ക് ആ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റെയർ കേസ് വെച്ചു അത് പൊളിച്ച് കളഞ്ഞ് പുതിയൊരെണ്ണം പണിയാതെ സാർ ഇപ്പോൾ കിണറിൻ്റെ കാര്യത്തിലൊരു പരിഹാരം പറഞ്ഞു. സമാനമായിട്ട് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന കുറച്ച് പ്രേക്ഷകർക്കെങ്കിലും ചിലപ്പോൾ ഇടിച്ച് പണിയേണ്ടി വരുമോ എന്നൊക്കെ. അത് അങ്ങനെ അവിടെ സ്ഥലവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തിരിച്ച് ഒരു വന്നിങ്ങനെ കയറുന്ന ഭാഗം 2-3 പടി തിരിച്ച് ഇങ്ങനെ കയറി ക്ലോക്ക് വൈസ് വരത്തക്ക എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ നേരിട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ അറിയത്തക്ക ഒരാളിനെ വിളിച്ചുകൊണ്ട് കാണിക്കാൻ പറയുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ വഴിയിലേ പോകാൻ പറ്റുള്ളൂ. പലവരും പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അത് കാണാനൊന്നും പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എനിക്ക് സമയമുണ്ടെങ്കിൽ ഫോണിൽ കൂടെ ചോദിച്ചാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, എനിക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ അത് കാണാതെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ചില ആൾക്കാർ വളരെ വ്യക്തമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അതിൽ വരച്ച് കൊണ്ടുവരും. അങ്ങനെ എൻ്റെ ഒരുപാട് കൊണ്ടുവരും. എന്നിട്ടത് ഈ മലപ്പുറത്തും കണ്ണൂർ കോഴിക്കോട് നിന്ന് ഒരുപാട് ധാരാളം ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അവർ കറക്റ്റ് പ്ലാൻ കൊണ്ടുവരും. അതിന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ല ഒന്നും അറിഞ്ഞുകൂടാ നമുക്ക് വാക്കാൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അത് എങ്ങനെ ഇരിക്കും നമുക്ക് മനസ്സിലാകില്ല. എപ്പോഴും ശരിക്കും മനസ്സിലാക്കി മാത്രമേ. ഇപ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിൽ തന്നെ ഈ പഠിച്ചവരും പഠിക്കാത്തവരും ഉണ്ട്, കണ്ടവാനുണ്ട്. ഞാൻ പഠിപ്പിച്ചിട്ട് തന്നെ എത്രയോ ആൾക്കാരുണ്ട്, എഞ്ചിനീയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠിക്കാത്ത അണ്ണന്മാരും ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടൊക്കെ എഴുതിപ്പോൾ ഞാൻ തന്നെ 5 ആതിരേയം ടെസ്റ്റ് എഴുതിയകളാണ്. സംസ്ഥാന ഗവൺമെൻറ് കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വാസ്തുശാസ്ത്രം അന്നെന്നുള്ളൊരു പുസ്തകം എഴുതി ഞാൻ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടും വായിച്ചും ഒക്കെ ഇട്ട് അതിൻ്റെ പേരിലൊക്കെ വാസ്തു പണ്ഡിതന്മാരായി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ആപത്തുണ്ടാക്കും. അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഇല്ല, മനസ്സിലായില്ലേ? അതൊക്കെ ആപത്താണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മനുഷ്യായുസിൻ്റെ ഒരു ഭാഗമാണ് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ അവരെയൊക്കെ ഒരിക്കലും തന്നെ നമ്മൾ ആപത്തിൽ കൊണ്ട് ചാടിക്കാൻ പാടില്ല. ഞാൻ പറയും നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ അറിയാത്ത കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആദ്യമേ കണ്ടെത്തി അവരുടെ നിർദ്ദേശം അനുസരിച്ച് വീട് വയ്ക്കാൻ ശ്രമിക്കുക. അല്ലാതെ വഴിയെ പോണന്മാരെല്ലാം തന്നെ വാസ്തു പണ്ഡിതന്മാരാകില്ല കേട്ടോ. ഒരു ശരിയായിട്ടുള്ള വാസ്തു പണ്ഡിതൻ ആണെങ്കിൽ അവർ ക്ഷേത്രം ചെയ്യും. അങ്ങനെയുള്ള ആൾക്കടുത്ത് പോവുക. അപ്പോൾ വീടും ക്ഷേത്രങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള ഹെൽപ്പുള്ള ആൾക്കാരുടെ അടുത്തിട്ടാണ് ഇത്. അല്ലാതെ ചുമ്മാ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടെ 2 ഹോളിട് ഇവിടെ 2 ഹോളിട് ഇവിടെ എന്താണ് ഹോളിടെന്നറിയാം. അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് എയർ ബ്ലോക്കുള്ള വീടാണെങ്കിൽ നമ്മളൊരു വീട് പരിശോധിക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എയർ ബ്ലോക്ക് ശരിക്കും ആ വീട്ടിൽ ഉണ്ടെന്ന് കരുതണമെങ്കിൽ കർണം ഓപ്പൺ ചെയ്യാന്നൊരു ചടങ്ങുണ്ട്. നമ്മുടെ ചെവി എന്താ പറയുക. അപ്പോൾ ശരിക്കും നോക്കിയിട്ട് വളരെ വ്യക്തമാണ്, അതും അത്ര പ്രാക്ടിക്കൽ അത്ര നോളജുള്ളൊരു വാസ്തു പണ്ഡിതനെ ചെയ്യാൻ പറ്റും. നോക്കിയിട്ട് ഒരു ഹോൾ കൊടുക്കും, അത് മതി. അല്ലെങ്കിൽ ഇപ്പുറത്ത് ഹോൾ ചിലപ്പോൾ 2 ഹോളാവാം. ഇതിപ്പോഴും ഓരോമാരും അവിടെ വീട്ടിൽ അവിടെ 2 ഹോൾ നേരെ ഇങ്ങനെ അടിച്ചുകൂടെ. ഇവിടെ നല്ല വിശാലമായ വിൻഡോസൊക്കെ ഉണ്ട്. എന്തിനാണ് ഹോൾ? അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു സാർ അയാൾ എന്ന് പറഞ്ഞ് ഇന്ന് 4 ഹോൾ അപ്പുറപ്പുറം ഇടാൻ പറഞ്ഞ്. എന്തിനാ അവനെ അറിഞ്ഞുകൂടാ? എല്ലാവരും വൈദ്യന്മാരാവുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു. അതുകൊണ്ട് ഈ ഫീൽഡിൽ പഠിച്ചവരുടെ അടുത്ത് പഠിച്ച ആൾക്കാർ ഇഷ്ടം പോലെ പഠിച്ച മിടുക്കരായ ആൾക്കാരുണ്ട് കേരളത്തിലുണ്ട്. എനിക്കറിയാം മിടുക്കരായ ആൾക്കാരുണ്ട്. കാരണം ഞങ്ങൾ ഈ സമ്മേളനം കൂടുമ്പോഴും
വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠത്തിന് സമ്മേളനം ഈ അറിവുള്ള ആൾക്കാരൊക്കെ വരും, ചർച്ചകളും കാര്യം, അവർക്ക് നല്ല മിടുക്കന്മാരാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കും. ഒന്നും അറിഞ്ഞൂടെയൊക്കെ ചെന്ന് ചാടണമെങ്കിൽ ആപത്ത്. നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ ഇതിന് ആദ്യമായി പഠിച്ചവർക്ക് കൊണ്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത്. സാർ ഞാൻ ഒന്ന് ഇടപെടുന്ന ഒരു കോളർ വെയിറ്റിംഗ് ആണ് സാർ. ഹലോ ഹലോ, വാസ്തുമണ്ഡലത്തിലേക്ക് സ്വാഗതം. ആരാണ്? പറയൂ. എവിടുന്ന് വിളിക്കുന്നു എന്നൊന്ന് പറയാമോ? സംസാരിച്ചോളൂ സാറിനോട്. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ വീടിന്റെ തെക്കേ സൈഡില് കിഴക്കോട്ടായിട്ടാണ് പുറത്ത് സ്റ്റെയർ വെച്ചേക്കുന്നത്. തെക്ക് കിഴക്കേ മൂലഭാഗത്ത് സ്റ്റെയർ കേസ് വരുന്നതിന് തടസ്സമൊന്നുമില്ല. തെക്ക് കിഴക്ക് മൂലത്ത് കിഴക്കോട്ട് കയറുന്ന രീതിയിലാണ് കെട്ടിയേക്കണത്. ഇത് പണിഞ്ഞ് കഴിഞ്ഞല്ലോ അല്ലേ? പണി അല്ല, നേരത്തെ പണിതേക്കണാണ്. അതിലെ തെക്ക് കിഴക്ക് മൂലം എന്ന് വെച്ചാൽ അഗ്നി കോണാണ്, ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ്. അവിടെ വെയിറ്റുള്ള നിർമ്മാണം വരുന്ന തടസ്സമൊന്നുമില്ല. അത് കിഴക്കോട്ട് ആദ്യത്തെ പടി കിഴക്കോട്ട് നോക്കിയിട്ട് ക്ലോക്ക് വീസിൽ വരെയാണോ? അത് സാധാരണ കിഴക്കോട്ട് നോക്കിക്കയറുന്നത് അത്ര ഉത്തമമല്ല. ഇനിയിപ്പോൾ ഇടിക്കാനും പൊടിക്കാനൊന്നും പോകണ്ട, അത് അവിടെ ഇരുന്നോട്ട് പോട്ടെ കേട്ടോ. എങ്കിലും നമ്മൾ ശാസ്ത്രം പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. തെക്ക് കിഴക്ക് ഭാഗത്ത് പിന്നെ സ്റ്റെയർ കേസ് വരുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. സാർ, നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് സംശയങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും ഉണ്ടാവും. അത് വരും എപ്പിസോഡുകളിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. എന്തായാലും വാസ്തുമണ്ഡലത്തിൽ നമുക്ക് ഇന്ന് അതിഥിയായി എത്തിയത് ഡോക്ടർ കെ മുരളീധരൻ നായർ സാറാണ്. വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം തിരുവനന്തപുരം വെള്ളയമ്പലത്തെ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഒരു വാസ്തു പണ്ഡിതനാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള വാസ്തു പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഈ 1 മണിക്കൂർ സമയം കുറേയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വീട്ടിൽ പൂജാമുറി എവിടെ സ്ഥാപിക്കണം എന്നതിൽ തുടങ്ങി ഓപ്പൺ കിച്ചൺ ആവട്ടെ, അതുപോലെ സ്റ്റെയർ കേസ് വരുന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിച്ചു, മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി സാർ ഇവിടെ എത്തിയതിനും 1 മണിക്കൂർ സമയം നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും. താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ച നമ്മുടെ കോളേഴ്സിനും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവർക്കും ഒക്കെ നന്ദി. താങ്ക് യു.